അപ്പോ പുതിയൊരു വീഡിയോയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ആ ലൈക്ക് ചെയ്തേക്കാനും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറന്നേക്കരുതേ. അപ്പോ കഥയിലേക്ക് കടക്കാം. എനിക്ക് എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലായിരുന്നു. വിക്കി കൊണ്ട് ശ്രീഭദ്ര അത് പറയവേ ദേവൻ ഞെട്ടലോടെ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. താൻ എന്താ പറഞ്ഞത്? ദേവൻ ഒന്നൂടെ എടുത്തു ചോദിച്ചു. എന്റെ ഇഷ്ടപ്രകാരമല്ല ഈ വിവാഹം നടന്നത്. ശ്രീഭദ്ര പതിയെ തല താഴ്ത്തി. ദേവൻ ചുറ്റും ഒന്ന് നോക്കി. ചുറ്റും പരക്കുന്ന സുഗന്ധം, അലങ്കരിച്ച മണിയറ, ബെഡിൽ ചിതറിക്കിടക്കുന്ന മുല്ലപ്പൂക്കൾ. അതെ, ഇന്ന് മംഗലത്തെ ദേവന്റെയും ശ്രീഭദ്രയുടെയും വിവാഹമായിരുന്നു. മുന്നിൽ നിന്ന് കരയുന്ന ഭദ്രയെ കാണെ ദേവന് ദേഷ്യം അരിച്ചങ്ങ് കയറി. നാടടക്കം ക്ഷണിച്ച് നടത്തിയ കല്യാണമാണ്. അതും കല്യാണം ഉറപ്പിച്ചിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു. ഇതിനിടയിൽ ഒരിക്കൽ പോലും ഭദ്ര ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദേവന് ദേഷ്യം വന്നു. നിർത്തടി കോപ്പേ, നിന്റെ കള്ളക്കരച്ചിൽ. നിനക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലായിരുന്നു എങ്കിൽ നിനക്ക് നേരത്തെ തന്നെ മുഴിഞ്ഞൂടായിരുന്നോ? ദേവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അതിന് എന്നോട് ഇതുവരെ ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ? ഒന്ന് രണ്ടു വട്ടം ഞാൻ ഫോണിൽ വിളിച്ചതല്ലേ, എന്നിട്ട് നിങ്ങൾ അത് എടുത്തോ? ഭദ്ര അവനെ കൂർപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഭദ്ര അങ്ങനെ തുറന്നു ചോദിച്ചപ്പോൾ ദേവൻ അല്പം ഒന്ന് അടങ്ങി. ശരിയാണ്, അന്ന് പെണ്ണ് കണ്ടു വന്നതിൽ പിന്നെ അവളോടൊന്ന് സംസാരിക്കാൻ ദേവൻ തയ്യാറായിട്ടില്ല. ദേവന് ഇപ്പോൾ ഒരു വിവാഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ആ ജോത്സ്യം പറ്റിച്ച പണിയാണ്. ദേവന് 29-ാം വയസ്സിൽ ഒരു വിവാഹം ഉണ്ടായില്ലെങ്കിൽ ഇനി ഒട്ടും അതിനുള്ള യോഗം ഉണ്ടാവില്ല എന്നായിരുന്നു അങ്ങേരുടെ പ്രവചനം. ആ പ്രവചനത്തിൽ ദേവന്റെ അമ്മ സുലോചന മൂക്കും കുത്തി വീണു. അന്ന് തുടങ്ങിയതാ അവർ ദേവന്റെ പിന്നാലെ. ദേവൻ വിവാഹത്തിന് സമ്മതിച്ചാലേ ജലപാനം സേവിക്കൂ എന്ന് പറഞ്ഞപ്പോ ദേവന് നിവൃത്തിയില്ലാതെ സമ്മതിക്കേണ്ടി വന്നതാ ഈ വിവാഹത്തിന്. അതിന്റെ കൂടെ അമ്മ കണ്ടുപിടിച്ചു തരുന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചോളാമെന്നും അമ്മക്കറിയാതെ ദേവൻ ഒരു വാക്കു കൊടുത്തുപോയി. ഭദ്രയെ കണ്ടെത്തിയതും ദേവന് വിവാഹം ആലോചിച്ചു ചെന്നതുമെല്ലാം സുലോചന തന്നെയാണ്. ദേവൻ എന്തോ മാനസികമായി അപ്പോ ഒരു വിവാഹത്തിന് തയ്യാറല്ലാത്തത് കൊണ്ട് വിവാഹം ഉറപ്പിച്ച ശേഷം ശ്രീഭദ്രയെ ഒന്ന് കാണാനോ മിണ്ടാനോ അവനും തയ്യാറായില്ല. ഇതിപ്പോ എല്ലാം കൂടെ കലങ്ങി മറിഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ദേവൻ ഭദ്രയെ തന്നെ നോക്കി. കരഞ്ഞു കലങ്ങിയ കണ്ണുമായാണ് അവളുടെ നിൽപ്പ്. തനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലാത്തത് എന്തുകൊണ്ടാണ്? ദേവൻ എടുത്തു ചോദിച്ചു. എനിക്ക് മറ്റൊരാളെ ഇഷ്ടവാ. പേര് വിനോദ്. ഭദ്ര കണ്ണു തുടച്ചുകൊണ്ട് ദേവനെ നോക്കി. അപ്പോ തനിക്കിത് വീട്ടിൽ പറയായിരുന്നില്ലേ? ഞാൻ ഞാൻ പറഞ്ഞതാ. അന്നേരം എല്ലാവരും നിങ്ങളെയും നിങ്ങളുടെ സ്വത്തുക്കളും കണ്ട് കണ്ണു മഞ്ഞളിച്ചിരിപ്പായിരുന്നു. ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അച്ഛൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ വേറെ വഴിയില്ലാതെ സമ്മതിച്ചു പോയതാ. എന്നിട്ട് നിന്റെ കാമുകൻ എന്തിയെ? ചോദിക്കുമ്പോൾ ദേവന്റെ മുഖത്ത് പുച്ഛം. വീട്ടിൽ പ്രശ്നമാണെന്നറിഞ്ഞപ്പോ അവൻ സ്വയം ഒഴിഞ്ഞു തന്നതാ. പക്ഷെ എന്നെ കൊണ്ട് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. അവനെ മറക്കാനും പറ്റില്ല. ഭദ്ര പറഞ്ഞു. ആ, ബെസ്റ്റ്. അല്ല, ഇതിപ്പോ ഞാൻ എന്ത് വേണമെന്നാ താൻ പറയുന്നേ? ദേവൻ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് ചോദിച്ചു. അത് എനിക്ക് അവന്റെ ഒപ്പം പോകണം. വിനോദിനോട് എനിക്കൊന്ന് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി തരണം. അവന്റെ നമ്പറിൽ ഞാൻ കുറെ വിളിച്ചു നോക്കി, കിട്ടിയില്ല. അവൻ സങ്കടത്തിൽ എന്തെങ്കിലും ചെയ്തു കാണുമോ എന്നാ എന്റെ ഭയം. ഭദ്ര പതിയെ പറഞ്ഞു. അത് ശരി, താൻ ഇപ്പൊ എന്റെ ഭാര്യയാ. താൻ ഇപ്പൊ എന്നോട് ആവശ്യപ്പെടുന്നത് ഭാര്യയെ ഒളിച്ചോടാൻ കൂട്ടു നിൽക്കണമെന്നാ? താൻ അങ്ങ് പോയി കഴിഞ്ഞാ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക്. നാട്ടുകാർ പിന്നെ ഏത് കണ്ണിലായിരിക്കും എന്നെ കാണുക? ദേവൻ ചോദിച്ചു. തൊട്ടടുത്ത നിമിഷം ഭദ്ര അവന്റെ കാൽക്കലേക്ക് വീണു. ദയവുണ്ടാവണം. ഞാൻ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോയി വിനോദിനെ. മറക്കാൻ പറ്റാഞ്ഞിട്ടാ. ഏയ്, എന്താ ഇത്? താൻ എഴുന്നേറ്റ്. ദേവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഈ വിനോദിനെ തനിക്ക് എങ്ങനെ പരിചയം? അച്ഛന്റെ ഒപ്പം കോൺട്രാക്ട് പണിക്കുണ്ടായിരുന്നതാ. അങ്ങനെ പരിചയപ്പെട്ടു. അപ്പൊ ആളുടെ നാട് ഇതല്ലേ? അല്ല, ഇവിടെ ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു താമസം. അച്ഛനോട് ഞാൻ ഈ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോ അച്ഛൻ വിനോദിനെ ഭീഷണിപ്പെടുത്തി നാട്ടിലേക്ക് അയച്ചു. ഭദ്ര പിന്നെയും കരഞ്ഞു. താൻ ഇങ്ങനെ കരയല്ലേ. എന്തായാലും നാളെ നേരം വെളുക്കട്ടെ, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ദേവൻ അവളെ ആശ്വസിപ്പിച്ചു. എന്നിട്ടും അവൾ കരച്ചിൽ നിർത്തിയില്ല. ശ്രീഭദ്രയുടെ കണ്ണീരിൽ കുതിർന്ന അപേക്ഷയ്ക്ക് മുന്നിൽ ദേവന്റെ ഉള്ളിലെ ദേഷ്യം ഏതാണ്ട് ശമിച്ചിരുന്നു. ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ മുറിയിലെ ജനലരികിലേക്ക് നടന്നു. വെളിയിൽ നിലാവ് പെയ്തിറങ്ങുന്നുണ്ട്. മണിയറയിലെ മുല്ലപ്പൂക്കളുടെ സുഗന്ധം അവനിപ്പോൾ ഒരല്പം അസഹ്യമായി തോന്നി. വിധിയുടെ വികൃതി എന്നല്ലാതെ ഇതിനൊക്കെ എന്ത് വിളിക്കാൻ?
ജനലഴികളിൽ പിടിമുറുക്കി തെല്ലു നേരത്തെ ചിന്തകൾക്ക് ശേഷം ദേവൻ തിരിഞ്ഞു നിന്ന് ഭദ്രയെ ഒന്ന് നോക്കി. കരഞ്ഞു തളർന്ന് ബെഡിന്റെ കോണിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് അവൾ. ഈ അവസ്ഥയിൽ അവളെ ഉപേക്ഷിച്ചാൽ, അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്ത് ഇറക്കിവിട്ട, അത് രണ്ടു കുടുംബങ്ങളുടെയും ആത്മാഭിമാനത്തെ ബാധിക്കും. അതുമാത്രല്ല, സ്വന്തം പ്രണയം നഷ്ടപ്പെട്ട് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വന്ന് നരകിക്കുന്ന ഈ പെൺകുട്ടിയോട് അവന് ദേഷ്യത്തിന് പകരം ഒരല്പ അനുകമ്പ തോന്നി തുടങ്ങിയിരുന്നു. ഭദ്രേ, ദേവൻ ശാന്തമായ ശബ്ദത്തിൽ അവളെ ഒന്ന് വിളിച്ചു. അവൾ പതുക്കെ തലയുയർത്തി അവനെ നോക്കി. ഭയം കലർന്ന ആ കണ്ണുകളിൽ ഇനി എന്തെന്നൊരു ചോദ്യമായിരുന്നു. നീ ആദ്യം ഒന്ന് എഴുന്നേറ്റിരിക്ക്. കരച്ചിലിൽ ഒക്കെ ഒന്ന് ആദ്യം നിർത്ത്. നമുക്കൊന്ന് സംസാരിക്കാം. ദേവൻ കസേര വലിച്ചിട്ട് അവൾക്ക് അഭിമുഖമായിരുന്നു. ഞാൻ ഒരു കാര്യം പറയാം, നീ അതൊന്ന് സമാധാനത്തോടെ കേൾക്ക്. ദേവൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് തുടർന്നു. ഇപ്പൊ രാത്രിക്ക് തന്നെ നിന്നെയും കൊണ്ട് ആ വിനോദിന്റെ അടുത്തേക്ക് പോകാൻ എനിക്ക് കഴിയില്ല. അതിന് ഒന്നാമത്തെ കാരണം അവൻ ഇപ്പോൾ എവിടെയാണെന്ന് നിനക്കും അറിയില്ല, എനിക്കും അറിയില്ല. രണ്ടാമത്തെ കാരണം, ഇന്ന് രാത്രിയിൽ നമ്മൾ എന്തെങ്കിലും എടുത്തു ചാടി ചെയ്താൽ അത് ഉണ്ടാക്കാൻ പോകുന്ന നാശനഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും. എന്റെ അമ്മ സുലോചനയെ കുറിച്ച് നിനക്കറിയില്ല. ആ പാവം ഹൃദ്രോഗിയാണ്. നിന്റെ അച്ഛനും ഇങ്ങനൊരു അവസ്ഥ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ഭദ്ര ഒന്നും മിണ്ടാതെ തല താഴ്ത്തി കേട്ടിരുന്നു. അവൻ പറയുന്നത് സത്യമാണെന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു നിർദ്ദേശമുണ്ട്. ദേവൻ തികഞ്ഞ ഗൗരവത്തോടെ പറഞ്ഞു. നമുക്കിതൊരു കോൺട്രാക്ട് വിവാഹമായി മുന്നോട്ട് കൊണ്ടുപോവാം. ദേവൻ തന്റെ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. കോൺട്രാക്ട് വിവാഹോ? ഭദ്ര സംശയത്തോടെ അവനെ നോക്കി. അതെ, പേപ്പറിൽ എഴുതി ഒപ്പിടുന്ന കരാറല്ലിത്. നമ്മൾ തമ്മിലുള്ള ഒരു വാക്കാൽ ഉടമ്പടി. പുറമേയുള്ള ലോകത്തിനും നമ്മുടെ വീട്ടുകാർക്ക് മുന്നിൽ നമ്മൾ മാതൃകാ ദമ്പതികളായി ജീവിക്കും. പക്ഷെ ഈ മുറിക്കുള്ളിൽ നമ്മൾ വെറും സുഹൃത്തുക്കൾ മാത്രമായിരിക്കും. നീ നിന്റെ കോളേജ് പഠനം തടസ്സമില്ലാതെ തുടർന്നു പോയിക്കോ. അതിനിടയിൽ വിനോദ് എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചേക്കാം. ഭദ്രയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. വിനോദിനെ കണ്ടുപിടിക്കുമെന്നാണോ? അതെ, ദേവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ അവനെ കണ്ടെത്തി അവന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ആദ്യം ഒന്ന് ചോദിക്കട്ടെ. അവൻ നിന്നെ സത്യസന്ധമായാണ് സ്നേഹിച്ചതെന്നും നിന്നെ സ്വീകരിക്കാൻ അവൻ തയ്യാറാണെന്നും എനിക്ക് ബോധ്യപ്പെട്ട ഞാൻ തന്നെ മുന്നിൽ നിന്ന് നിന്റെയോ അവന്റെയും കാര്യം വീട്ടുകാരോട് സംസാരിച്ച് ശരിയാക്കി തരാം. ആവശ്യമെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ഒന്നിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഞാൻ അങ്ങ് ഏറ്റെടുക്കാം. എന്താ, സമ്മതാണോ? ഭദ്രക്ക് സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തനിക്ക് മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ ദൈവത്തെ പോലെ തോന്നി അവൾക്ക്. തന്നെ ഉപദ്രവിക്കാനോ വീട്ടുകാരെ വിളിച്ചു വരുത്തി നാണം കെടുത്താനോ തുനിയാതെ തന്റെ അവസ്ഥ മനസ്സിലാക്കി സഹായിക്കാൻ തയ്യാറായ മനുഷ്യനോട് അവൾക്ക് അളവറ്റ ബഹുമാനം തോന്നി. നിങ്ങൾ നിങ്ങൾ ശരിക്കും ഇത്രയും വലിയൊരു സഹായം എനിക്ക് ചെയ്തു തരുമോ? വിറക്കുന്ന ശബ്ദത്തോടെ ഭദ്ര ചോദിച്ചു. ഞാൻ വാക്ക് തന്ന അത് പാലിക്കുന്ന ആളാണ്, ദേവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. വിനോദിനെ കണ്ടെത്തുന്നത് വരെ, അല്ലെങ്കിൽ നമ്മളൊരു നല്ല തീരുമാനത്തിൽ എത്തുന്നത് വരെ ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ നമ്മൾ നല്ലൊരു ഭാര്യയും ഭർത്താവുമായിരിക്കണം. മനസ്സിലായോ? അമ്മയുടെയും നിന്റെ വീട്ടുകാരുടെയും മുന്നിൽ യാതൊരു സംശയത്തിനും ഇടവരുത്തരുത്. പിന്നെ നീ ധൈര്യമായി പഠിച്ചു മുന്നോട്ട് പോകണം. ഡീൽ? ഭദ്ര കണ്ണീരിനിടയിലും ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വരുത്തി പതുക്കെ തലയാട്ടി. ഡീൽ, എനിക്ക് സമ്മതാണ്. വളരെ നന്ദി ദേവേട്ട. ഞാൻ വിചാരിച്ചത്. നീ കൂടുതലൊന്നും വിചാരിക്കണ്ട. ദേവൻ അവളെ തടഞ്ഞു. ഇനി ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക്. നാളെ നേരം വെളുക്കുമ്പോ മുതൽ നമ്മൾ പുതിയൊരു നാടകത്തിലെ അഭിനേതാക്കളാണ്. ഓർമ്മ വേണം. ബെഡിന്റെ ഒരു കോണിലേക്ക് മാറി കിടക്കുമ്പോൾ ഭദ്രയുടെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന ഭയവും ആശങ്കയും ഒഴിഞ്ഞു പോയിരുന്നു. ദേവൻ നിലത്തൊരു പായ വിരിച്ച് കിടന്നു. അപരിചിതരെ പോലെ തുടങ്ങിയ ആ രാത്രി അങ്ങനെ പുലർച്ചയിലേക്ക് വഴിമാറി. പിറ്റേന്ന് രാവിലെ മംഗലത്ത് തറവാട്ടിൽ ആഘോഷത്തിന്റെ അലയടികൾ അടങ്ങിയിരുന്നില്ല. സൂര്യരശ്മികൾ ജനൽപാളികളിലൂടെ ഉള്ളിലേക്ക് അരിച്ചെത്തിയപ്പോൾ തന്നെ സുലോചന മണിയറയുടെ വാതിലിൽ പതുക്കെ തട്ടി. മക്കളെ, എഴുന്നേറ്റില്ലേ? നേരം വൈകി. വാതിലിലെ തട്ടുകെട്ട് ഭദ്ര പെട്ടെന്ന് ഞെട്ടിയുണർന്നു. നിലത്ത് കിടന്നുറങ്ങുകയായിരുന്ന ദേവനും ചാടി എഴുന്നേറ്റു. രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി. രാത്രിയിലെ സംഭാഷണം രണ്ടുപേരുടെയും മനസ്സിലൂടെ ഒന്ന് മിന്നി മറഞ്ഞു. നീ പോയി കതക് തുറക്ക്, ഞാൻ ഈ പായം വിരിപ്പ് എടുത്തു മാറ്റാം. ദേവൻ വേഗത്തിൽ പായം അടക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. ഭദ്ര മുടി ഒന്ന് ഒതുക്കി കെട്ടി മുഖത്തൊരു കൃത്രിമ ചിരി വരുത്തി വാതിൽ തുറന്നു. പുറത്തു നിന്ന സുലോചന അമ്മയുടെ കയ്യിൽ 2 ഗ്ലാസ് ചായ ഉണ്ടായിരുന്നു. ആഹാ, എന്റെ മോളെ എഴുന്നേറ്റോ? സുലോചന സ്നേഹത്തോടെ ഭദ്രയുടെ തലയിൽ തലോടി. ദേവൻ എവിടെ? എന്താ അമ്മേ, ഞാൻ ഇവിടെ ഉണ്ട്. തോർത്തുമെടുത്ത് കുളിക്കാനായി ഇറങ്ങിയ ദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സുലോചനയുടെ മുഖത്ത് സന്തോഷം വിടർന്നു. എത്രയോ നാളുകൾക്ക് ശേഷമാണ് തന്റെ മകൻ ഇത്രയും സന്തോഷത്തോടെയും ശാന്തതയോടെയും സംസാരിക്കുന്നതെന്ന് അവരോർത്തു.
ഭദ്രയെയും ദേവനെയും മാറി മാറി നോക്കിയ സുലോചന മനസ്സിലോർത്തു. ജ്യോത്സ്യം പറഞ്ഞത് എത്ര സത്യ. ഈ പെൺകുട്ടി വന്നതോടെ എന്റെ മകന്റെ കാലദോഷമെല്ലാം മാറി. അടുത്ത ഏതാനും ദിവസങ്ങൾ മംഗലത്ത് തറവാട്ടിൽ വലിയ ആഘോഷങ്ങളുടേതായിരുന്നു. ബന്ധുക്കളുടെ വീട്ടിൽ പോക്കും സൽക്കാരങ്ങളുമൊക്കെയായി സമയം കടന്നുപോയി. എല്ലാവരുടെയും മുന്നിൽ ദേവനും ഭദ്രയും അത്യന്തം സ്നേഹമുള്ള ദമ്പതികളായി അഭിനയിച്ചു. ഭദ്രയാകട്ടെ സുലോചനയുടെ പ്രിയപ്പെട്ട മരുമകളായി മാറി. എന്നാൽ ആ മുറിക്കുള്ളിൽ അവർ തികച്ചും വ്യത്യസ്തരായിരുന്നു. മുറിയിലെത്തിയാൽ അവർ പരസ്പരം നല്ല സുഹൃത്തുക്കളെ പോലെ പെരുമാറി. തമാശകൾ പറഞ്ഞ് കോളേജിലെ വിശേഷങ്ങൾ പങ്കുവച്ചു. ഭദ്രയുടെ സ്വഭാവത്തിലെ ലാളിത്യവും നന്മയും ദേവനെ ആകർഷിച്ചപ്പോൾ ദേവന്റെ പക്വതയും മാന്യതയും ഭദ്രയിൽ വലിയൊരു ബഹുമാനം ഉണ്ടാക്കിയെടുത്തു. ഭദ്രെ, നിന്റെ കോളേജ് നാളെ തുറക്കുകയല്ലേ? ഇനി വീട്ടിലിരുന്നത് മതി. നീ നാളെ മുതൽ കോളേജിൽ പോവാൻ റെഡി ആയിക്കോ. അത്താഴം കഴിക്കുന്നതിനിടയിൽ ദേവൻ പറഞ്ഞു. അയ്യോ, ഇപ്പൊ തന്നെ കോളേജിൽ പോണ ദേവ? കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചല്ലേ ആയുള്ളൂ? സുലോചന ഇടയിൽ കയറി ചോദിച്ചു. അതൊന്നും സാരല്ല അമ്മേ, അവൾക്ക് അവസാന വർഷമാണ്. പഠനം മുടങ്ങാൻ പാടില്ല. രാവിലെ ഞാൻ തന്നെ അവളെ കോളേജിൽ കൊണ്ടുവിട്ടോളാം. വൈകുന്നേരം വന്ന് കൂട്ടുകയും ചെയ്യാം. ദേവൻ ഉറപ്പിച്ചു പറഞ്ഞു. അമ്മക്കും അത് കേട്ടപ്പോ പിന്നെ സന്തോഷായി. മരുമകളുടെ പഠനകാര്യത്തിൽ മകനുള്ള ശ്രദ്ധ അവരെ അഭിമാനം കൊള്ളിച്ചു. പിറ്റേന്ന് രാവിലെ ദേവന്റെ കാറിൽ കോളേജിലേക്ക് പോകുമ്പോൾ ഭദ്രയ്ക്ക് മനസ്സ് നിറയെ സന്തോഷായിരുന്നു. ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ദേവൻ തനിക്ക് നൽകിയ പരിഗണനയും സ്വാതന്ത്ര്യവും അവൾ ഓർത്തു. ഭദ്രേ, വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ദേവൻ പതിയെ വിളിച്ചു. എന്താ ദേവേട്ടാ? നീ തന്ന വിനോദിന്റെ ആ പഴയ വിവരങ്ങളും അഡ്രസ്സും വെച്ച് എന്റെ ഒരു സുഹൃത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അവൻ ഇപ്പോൾ എവിടെ ഉണ്ടെങ്കിലും അടുത്ത ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് അവനെ കണ്ടെത്താൻ കഴിയും. ദേവന്റെ വാക്കുകൾ കേട്ട ഭദ്രയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. വിനോദിന്റെ പേര് കേട്ടപ്പോ പണ്ടത്തെ പോലെ ഒരു സന്തോഷം ഇപ്പോൾ ഉള്ളിൽ തോന്നുന്നില്ലെന്ന് ഭദ്ര അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു. പകരം ദേവനിൽ നിന്ന് അകലേണ്ടി വരുമല്ലോ എന്നൊരു ചെറിയ വിങ്ങലാണ് ഉള്ളിൽ ഉയർന്നത്. എങ്കിലും അവൾ അത് പുറത്തു കാട്ടാതെ പതുക്കെ പുഞ്ചിരിച്ചു. നന്ദി ദേവേട്ട. ഇതിനൊക്കെ ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അതൊന്നും സാരല്ല ഭദ്രെ. ദേവൻ വണ്ടി കോളേജ് ഗേറ്റിനു മുന്നിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു. വൈകുന്നേരം 4:30 ഞാൻ വരും. റെഡിയായി നിൽക്കണം. ശരി ദേവേട്ട. ഭദ്ര കാറിൽ നിന്നിറങ്ങി. കോളേജിലേക്ക് നടക്കുന്നതിനിടയിൽ ഭദ്ര തിരിഞ്ഞൊന്നു നോക്കി. ദേവന്റെ കാർ പതുക്കെ ദൂരേക്ക് മറയുകയായിരുന്നു. ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. നാട്ടുകാർക്കും ബന്ധുക്കൾക്കും മുന്നിൽ മംഗലത്തെ ദേവനും ഭദ്രയും ഒരു മാതൃകാ ദമ്പതികളായിരുന്നു. രാവിലെ ഒന്നിച്ചുള്ള യാത്ര, വൈകുന്നേരങ്ങളിലെ ചെറിയ കറക്കങ്ങൾ, വീട്ടുകാര്യങ്ങളിൽ ഒന്നിച്ചുള്ള തീരുമാനങ്ങൾ, ഇതൊക്കെ കണ്ട് സുലോചനയും ഭദ്രയുടെ വീട്ടുകാരും അളവറ്റ സന്തോഷത്തിലായി. പക്ഷെ അവർ പോലും അറിയാതെ ആ കോൺട്രാക്ട് നാടകത്തിനിടയിൽ അവരുടെ ഉള്ളിലെ വികാരങ്ങൾ മാറി മറിയുകയായിരുന്നു. ഭദ്രയുടെ കുസൃതികളും പെരുമാറ്റവും ദേവന്റെ ഉള്ളിൽ അവളോടുള്ള സ്നേഹമായി പതുക്കെ വളർന്നു. അതേസമയം ഭദ്രയാകട്ടെ തനിക്കായി എന്തും ചെയ്യാൻ തയ്യാറുള്ള, തന്നോട് ഒരു അതിർവരമ്പ് ലംഘിക്കാതെ മാന്യമായി പെരുമാറുന്ന ദേവനെ മനസ്സുകൊണ്ട് ആരാധിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ വിനോദിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് തെല്ല് കുറ്റബോധമാണ് താനും. പിറ്റേന്ന് പ്രഭാതം മംഗലത്ത് തറവാട്ടിൽ പൊട്ടിവിരിഞ്ഞത് ഒരു പുതിയ പ്രതീക്ഷകളുമായിട്ടായിരുന്നു. എന്നാൽ പ്രഭാത ഭക്ഷണത്തിനു ശേഷം ഭദ്രയോടൊപ്പം കാറിലേക്ക് കയറുമ്പോൾ ദേവന്റെ മുഖത്ത് എന്തോ ഒരു ഗൗരവം ഉണ്ടായിരുന്നു. ഭദ്രേ, വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ദേവൻ പറഞ്ഞു. ഇന്ന് എനിക്ക് അത്യാവശ്യമായി മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് വിനോദിന്റെ കാര്യത്തിൽ എനിക്ക് അന്വേഷണം നടത്താൻ കഴിയില്ല. നീ ഇന്ന് സാധാരണ പോലെ കോളേജിൽ പോയിക്കോ. അതിന് കുഴപ്പമില്ല ദേവേട്ട. ബിസിനസ് കാര്യം നടക്കട്ടെ. എനിക്ക് ധൃതിയൊന്നുമില്ല. ഭദ്ര പതുക്കെ പറഞ്ഞു. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു സങ്കടം തോന്നി. എങ്കിലും തനിക്കായി ഇത്രയധികം ആലോചിക്കുകയും വഴി കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ദേവനോട് വീണ്ടും വാശി പിടിക്കുന്നത് ശരിയല്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കോളേജ് ഗേറ്റിന് മുന്നിൽ അവളെ ഇറക്കി ദേവൻ യാത്രയായി. അന്നത്തെ ദിവസം ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും ഭദ്രയുടെ മനസ്സ് ഒരിടത്തും ഉറച്ചില്ല. ദേവന്റെ മാന്യമായ പെരുമാറ്റവും തനിക്ക് തരുന്ന സംരക്ഷണവും മനസ്സിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നു. വൈകുന്നേരം 4:30 അവസാന ബെല്ലും അടിച്ച് വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഒഴുകി. ഭദ്രയും കൂട്ടുകാരോട് വിട പറഞ്ഞ് കോളേജ് ഗേറ്റിന് പുറത്തേക്ക് നടന്നു. ദേവൻ വരാൻ വൈകുമെന്നറിഞ്ഞതുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ നടക്കാൻ തുടങ്ങുകയായിരുന്നു അവൾ. എന്നാൽ ഗേറ്റിന് പുറത്തെ തണൽ മരത്തിന് താഴെ നിൽക്കുന്ന ആ രൂപത്തെ കണ്ടതും ഭദ്രയുടെ കാലുകൾ നിലത്തുറച്ചുപോയി. വിനോദ് കരഞ്ഞു കലങ്ങിയ ചുവന്ന കണ്ണുകളോടെ താടി വളർന്ന് ആകെ തളർന്ന മട്ടിൽ അവൻ അവിടെ നിൽക്കുന്നു. അവനെ അവിടെ അപ്രതീക്ഷിതമായി കണ്ടതും ഭദ്രയുടെ ഉള്ളിൽ ഒരേ സമയം സന്തോഷവും ഭയവും സങ്കടവും ഇരച്ചു കയറി. അവളുടെ നെഞ്ച് പടപട എന്ന് മിടിച്ചു. ഓടിച്ചെന്ന് അവനോട് സംസാരിക്കണമെന്ന് തോന്നി. എങ്കിലും ചുറ്റുമുള്ള ആളുകളെ ഭയന്ന് അവൾ അവന്റെ അടുത്തേക്ക് പതുക്കെ നടന്നു ചെന്നു. വിനോദ് വിറക്കുന്ന ശബ്ദത്തോടെ അവൾ പതിയെ വിളിച്ചു. എന്നാൽ അവനെ കണ്ടപാടെ എന്തെങ്കിലും ചോദിക്കുന്നതിന്
മുമ്പ് വിനോദ് ദേഷ്യവും സങ്കടവും കലർന്ന കണ്ണുകളോടെ അവളെ ഒന്ന് നോക്കി. അവന്റെ ശബ്ദം ഇടറിയിരുന്നു. നീ എന്തിനാ ഭദ്രേ എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത്? നിന്റെ വീട്ടുകാരും നീയും തമ്മിൽ പിണങ്ങണ്ട എന്ന് കരുതിയിട്ടല്ലേ ഞാൻ എന്റെ ഇഷ്ടവും സ്വപ്നങ്ങളും വേണ്ടെന്ന് വെച്ചത്, നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയത്. പിന്നെ എന്തിനാ എന്റെ പുറകെ നടന്ന് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? വിനോദിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങി. ഭദ്ര ആകെ ഞെട്ടിപ്പോയി. വിനോദ്, നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ ഞാൻ ആരെയും ഞാൻ നിന്നെ നെഞ്ചിലേറ്റി സ്നേഹിച്ചതാണ് ഭദ്രേ, വിനോദ് വാവിട്ട് നിലവിളിക്കുന്നത് പോലെ പറഞ്ഞു. എന്നിട്ടും നിനക്ക് നിന്റെ അച്ഛനെയും അമ്മയും വിട്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ നിനക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതാണ്. ഒന്നും മിണ്ടാതെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറി തന്നവനാണ്. എന്നിട്ടിപ്പോ എന്നിട്ടിപ്പോ നിന്റെ ഭർത്താവ് എന്റെ വീട്ടിൽ വന്ന് എന്നെ തല്ലിച്ചതച്ചു. ഇനി ഒരിക്കലും നിന്റെ മുന്നിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞ് എന്റെ വയസ്സായ വീട്ടുകാരെ പോലും ഭീഷണിപ്പെടുത്തി ഉപദ്രവിച്ചു. ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ഭദ്രേ നിന്നോട് ചെയ്തത്? ആ വാക്കുകൾ കേട്ട് ഭദ്രയുടെ തലച്ചോർ നിലച്ചതുപോലെ അവൾക്ക് തോന്നി. അന്തരീക്ഷമാകെ കറങ്ങുന്നത് പോലെ. ദേവൻ, തന്നോട് മാന്യതയുടെയും സ്നേഹത്തിന്റെയും മുഖംമൂടി അണിഞ്ഞ് സംസാരിച്ച അതേ ദേവൻ വിനോദിന്റെ വീട്ടിൽ കയറി ആക്രമിച്ചു എന്ന്. ദേവേട്ടൻ ദേവേട്ടൻ അങ്ങനെയൊന്നും ഭദ്രയ്ക്ക് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു. നീ വിശ്വസിക്കണ്ട, വിനോദ് ദയനീയമായി പറഞ്ഞു. ഇതുവരെ നിന്റെ അച്ഛന്റെയും അമ്മയുടെയും മുഖോർത്താണ് ഞാൻ മാറി നിന്നത്. പക്ഷെ എന്റെ കുടുംബത്തിന്റെ സമാധാനം കളഞ്ഞിട്ട് നിനക്ക് ജീവിക്കണമായിരുന്നു. എന്നെ ഇനി വെറുതെ വിടാൻ പറയൂ നിന്റെ ഭർത്താവിനോട്. ഒരു വാക്കുപോലും തിരിച്ചു പറയാൻ കഴിയാതെ ഭദ്ര തറഞ്ഞു നിന്നുപോയി. മനസ്സിലെ വിനോദിനോടുള്ള സഹതാപവും ദേവനോടുള്ള ആഴത്തിലുള്ള മുറിവും അവളെ തളർത്തി. വിനോദ് ദേഷ്യത്തോടെ തിരിഞ്ഞു നടന്നു മറയുമ്പോഴേക്കും അവൾ ആ നിന്ന നിൽപ്പ് തുടരുകയായിരുന്നു. നല്ലവനെന്ന് താൻ കരുതിയ ദേവൻ തന്നോട് ചെയ്തത് എന്തു വലിയ ചതിയാണ്. തന്റെ കണ്ണീര് കണ്ടപ്പോ അലിവ് തോന്നിയ പോലെ അഭിനയിക്കുകയായിരുന്നു അവൻ. സ്വബോധം വീണ്ടു കിട്ടിയപ്പോ നെഞ്ചുപൊട്ടുന്ന സങ്കടത്തോടെ അവൾ എങ്ങനെയാണ് വീട്ടിലെത്തിയതെന്ന് അവൾക്ക് പോലും ഓർമ്മയില്ലായിരുന്നു. വൈകുന്നേരം മംഗലത്ത് തറവാട്ടിൽ സാധാരണ അവൾക്ക് കാണാറുള്ള ചടുലതയൊന്നും ഉണ്ടായിരുന്നില്ല. സന്ധ്യയോടെ ദേവൻ കാറോടിച്ച് വീട്ടിലെത്തി. സാധാരണ അവൻ വരുമ്പോ പൂമുഖത്തോ ഉമ്മറത്തോ ഉണ്ടാവാറുള്ള ഭദ്രയെ അവിടെ എങ്ങും കണ്ടില്ല. അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്ന സുലോചനയുടെ അടുത്തേക്ക് അവൻ ചെന്നു. അമ്മേ, ഭദ്ര എവിടെ? അവൾ കോളേജിൽ നിന്ന് വന്നില്ലേ? വന്നല്ലോ മോനെ, സുലോചന ആശങ്കയോടെ പറഞ്ഞു. വന്നപ്പോഴേ മുറിയിൽ കയറി വാതിലടച്ചതാ. ചായ കുടിക്കാൻ വിളിച്ചിട്ടും മോള് വന്നില്ല. എന്തോ വയ്യായികയുണ്ടെന്നാണ് പറഞ്ഞത്. നീയൊന്ന് ചെന്ന് നോക്ക്. ദേവന്റെ മനസ്സിൽ ഒരു അങ്കലാപ്പ് ഉടലെടുത്തു. അവൻ വേഗത്തിൽ മുകളിലത്തെ നിലയിലെ മുറിയിലേക്ക് ചെന്നു. മുറിയുടെ വാതിൽ ചാരിയേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ പതുക്കെ വാതിൽ തള്ളി തുറന്നു. മുറിക്കുള്ളിൽ വെളിച്ചം ഉണ്ടായിരുന്നില്ല. കാർമേഘം മൂടിയ അന്തരീക്ഷം പോലെ ഇരുട്ട് പരന്നു കിടന്നിരുന്നു. ബെഡിന്റെ വശത്ത് നിലത്ത് കാൽമുട്ടുകൾക്കിടയിൽ തലപൂഴ്ത്തി ഇരുന്ന് തേങ്ങുന്ന ഭദ്രയെയാണ് അവൻ കണ്ടത്. ദേവിന് ഭയം തോന്നി. അവൻ വേഗത്തിൽ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്ന് തോളിൽ കൈവച്ചു. ഭദ്രേ, നിനക്ക് എന്തു പറ്റി? എന്താ പ്രശ്നം? തന്റെ തോളിൽ വീണ അവന്റെ കൈ ഭദ്ര അറപ്പോടെയും കോപത്തോടെയും തട്ടി മാറ്റി. അവൾ ചാടി എഴുന്നേറ്റു. അവളുടെ കണ്ണുകൾ ഇരുട്ടിലും കോപം കൊണ്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. തൊട്ടുപോകരുത് എന്നെ, ഭദ്ര ആക്രോശിച്ചു. ദേവൻ ഞെട്ടി ഒരടി പുറകോട്ട് വെച്ചു. ഭദ്രേ, നീ നീ എന്തേ പറയുന്നത്? എന്തു പറ്റി കുട്ടിയെ നിനക്ക്? കൂടെ നിന്നിട്ട് എന്നെ ചതിക്കുമായിരുന്നല്ലോ നിങ്ങൾ, അവൾ വിതുമ്പിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി. എന്തിനാണ് നിങ്ങൾ ആ പാവം വിനോദിനെ ഉപദ്രവിക്കാൻ പോയത്? എന്തിനാ അവന്റെ വീട്ടിൽ കയറി അവനെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയത്? ദേവന്റെ മുഖം ഒരു നിമിഷം വിറച്ചു. അവന്റെ കണ്ണുകളിൽ അത്ഭുതവും ഭയവും മാറി മാറി മറിഞ്ഞു. ഭദ്രേ, നീ നീ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒന്നും പറയണ്ട. ഭദ്ര അവന്റെ വാക്കുകൾ തടഞ്ഞു. പറയൂ, നിങ്ങൾ ഇന്ന് വിനോദിനെ കണ്ടിരുന്നോ ഇല്ലയോ? അത് അത് ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഭദ്രേ, അത് അങ്ങനെയല്ല. മതി, ഭദ്ര ഉറക്കെ നിലവിളിച്ചു. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ എനിക്ക് തന്ന വാഗ്ദാനങ്ങളും അഭിനയവും എല്ലാം കള്ളമായിരുന്നു അല്ലേ? എന്റെ മുന്നിൽ വലിയ മാന്യനായി ചമഞ്ഞിട്ട് പുറകിലൂടെ ആ പാവത്തിന്റെ ജീവിതം തകർക്കാൻ നടക്കുകയായിരുന്നല്ലേ? എനിക്ക് നിങ്ങളെ വെറുപ്പാണ് ദേവ. എനിക്ക് നിങ്ങളെ കാണുന്നത് പോലും അറപ്പാണ്. ഇറങ്ങിപ്പോ എന്റെ മുന്നിൽ നിന്ന്. അവൾ ശക്തിയായി ദേവനെ പുറത്തേക്ക് തള്ളിമാറ്റി വാതിൽ കുട്ടിയടച്ചു. വാതിൽ തലവെച്ച് അവൾ പൊട്ടിക്കരഞ്ഞു. മുറിക്കു പുറത്ത് തണുത്തുറങ്ങി നിൽക്കുന്ന ദേവന്റെ നെഞ്ചകം തകർന്നു പോവുകയായിരുന്നു. താൻ പറയാൻ വന്ന സത്യം കേൾക്കാൻ പോലും അവൾ തയ്യാറായില്ലല്ലോ എന്നോർത്തപ്പോൾ അവന്റെ കണ്ണ് നിറഞ്ഞു. ആരും കാണാതെ അവൻ വീടിന് പുറത്തെ ഉമ്മറപ്പടിയിലേക്ക് ഇറങ്ങിയിരുന്നു. ആകാശത്ത് ചന്ദ്രൻ മേഘങ്ങൾക്കിടയിൽ മറയുന്നുണ്ട്. അവന്റെ മനസ്സിലൂടെ ഇന്ന് ഉച്ചക്ക് നടന്ന സംഭവങ്ങൾ ഓരോന്നായി മിന്നി മറഞ്ഞു. ഇന്ന് രാവിലെ ഭദ്രയെ കോളേജിലാക്കി പോയ ദേവൻ നേരെ പോയത് അവന്റെ അടുത്ത സുഹൃത്തും പ്രൈവറ്റ് അന്വേഷകനുമായ രാഹുലിനെ കാണാനായിരുന്നു.
വിനോദിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ദേവൻ ചുമതലപ്പെടുത്തിയത് രാഹുലിനെയായിരുന്നു. രാഹുൽ കൊടുത്ത ഫയലുകൾ കണ്ടപ്പോൾ ദേവന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വിനോദ് എന്നത് ഒരു പാവം കോൺട്രാക്ടറുടെ സഹായി മാത്രമായിരുന്നില്ല. പെൺകുട്ടികളെ പ്രണയം നടിച്ച് വലയിലാക്കുകയും അവരുടെ കയ്യിൽ നിന്ന് പണവും സ്വർണവും തട്ടിയെടുത്ത് മുങ്ങുകയും ചെയ്യുന്ന ഒരു തട്ടിപ്പുകാരനായിരുന്നു വിനോദ്. വിവിധ നൈകര്യങ്ങളിലായി 5-ലധികം പെൺകുട്ടികളെ അവൻ സമാനമായ രീതിയിൽ ചതിച്ചിട്ടുണ്ട്. അച്ഛന്റെ വലിയ ഓപ്പറേഷനാണ്, കുടുംബം പട്ടിണിയിലാണ് എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികളുടെ അനുകമ്പ പിടിച്ചുപറ്റിയാണ് അവൻ തട്ടിപ്പ് നടത്തുന്നത്. അപ്പോഴാണ് ഭദ്ര ഒരിക്കൽ പറഞ്ഞ കാര്യം ദേവന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. മംഗലത്തേക്ക് വരുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിനോദിന്റെ അച്ഛന് ഓപ്പറേഷനാണെന്ന് പറഞ്ഞ് ഭദ്ര തന്റെ കയ്യിലുണ്ടായിരുന്ന 2 പവന്റെ സ്വർണമാല അവന് കൊടുത്തിരുന്നു. തന്റെ അച്ഛനറിയാതെ സ്വന്തം സമ്പാദ്യവും ആഭരണവും എടുത്തു കൊടുത്ത ഭദ്രയുടെ നിഷ്കളങ്കതയെ അവൻ ചൂഷണം ചെയ്യുകയായിരുന്നു. വിനോദ് ഭദ്രയെ സ്നേഹിച്ചത് കൊണ്ട് ഒഴിഞ്ഞു മാറിയതല്ല. ഭദ്രയുടെ അച്ഛൻ കാര്യങ്ങൾ മണത്തറിഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോ ഭദ്രയുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള സ്വർണവും വാങ്ങി അവൻ അടുത്ത ഇരയെ തേടി മുങ്ങിയതായിരുന്നു. ഇതറിഞ്ഞ് ദേവന്റെ രക്തം തിളച്ചു. ഒരു നല്ല പെൺകുട്ടിയുടെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്ത അവനെ വെറുതെ വിടാൻ ദേവന് കഴിഞ്ഞില്ല. അവളോട് കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് മുമ്പ് അവളിൽ നിന്ന് അവൻ തട്ടിയെടുത്ത ആഭരണം തിരികെ വാങ്ങണമെന്ന് ദേവൻ ഉറപ്പിച്ചു. രാഹുലിനെയും കൂട്ടി ദേവൻ വിനോദ് താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് പോയി. പെട്ടെന്ന് മുന്നിൽ ദേവനെയും കൂട്ടരെയും കണ്ടപ്പോൾ തന്നെ വിനോദിന്റെ കാറ്റുപോയി. ദേവൻ വിനോദിന്റെ നെഞ്ചു പിടിച്ച് ചുമരോട് ചേർത്ത് നിർത്തി. "ഡോ തിരിമറിക്കാരാ, നിന്റെ ഭൂതകാലവും വ്യാജ പ്രണയവുമെല്ലാം നിന്റെ കയ്യിലുണ്ട്. ഭദ്രയോട് അച്ഛന്റെ ഓപ്പറേഷൻ എന്ന് കള്ളം പറഞ്ഞ് നീ വാങ്ങിയ 2 പവന്റെ മാലയും പണവും ഇങ്ങെടുത്തോ, ഇല്ലെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കും. നിന്റെ പേരിൽ മറ്റു 4 പെൺകുട്ടികൾ കൊടുത്ത കേസിന്റെ വിവരങ്ങൾ എന്റെ കയ്യിലുണ്ട്." പോലീസിന്റെ പേര് കേട്ടപ്പോ വിനോദ് ഭയന്ന് വിറച്ചു. താൻ അകത്താകുമെന്ന് ഉറപ്പായപ്പോൾ അവൻ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഭദ്രയുടെ ആ മാല എടുത്ത് ദേവന് കൊടുത്തു. "എന്നെ പോലീസിൽ കൊടുക്കരുത്, ഞാൻ മേലിലിനി ആ വഴിക്ക് വരില്ല," അവൻ കാലുപിടിച്ച് കരഞ്ഞു. ദേവൻ ആ മാലയും വാങ്ങി അവന് മുന്നറിയിപ്പും നൽകിയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ദേവൻ അറിഞ്ഞില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. ദേവൻ കോളേജിൽ എത്തുന്നതിന് മുമ്പ് അവന് മുന്നേ വിനോദ് അവിടെ എത്തി. ഭദ്രയുടെ മുന്നിൽ കരഞ്ഞു വിതുമ്പി താൻ ഇരയാണെന്ന് വരുത്തി തീർത്ത് ദേവനെ വില്ലാനാക്കി മാറ്റാൻ ആ തട്ടിപ്പുകാരന് കഴിഞ്ഞു. ഓർമ്മകളിൽ നിന്ന് ദേവൻ ഉണരുമ്പോൾ രാത്രി ഏറെ വൈകിയിരുന്നു. കയ്യിലിരിക്കുന്ന മാലയിലേക്ക് നോക്കി ദേവൻ ദീർഘനിശ്വാസം ഉതിർത്തു. "എന്റെ തെറ്റാണ്," അവൻ പതുക്കെ പറഞ്ഞു. "അവളോട് കാര്യങ്ങൾ ആദ്യം പറയാതെ ഞാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് എന്റെ തെറ്റ്." താൻ എത്രത്തോളം അവളെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നുവെന്നും അവളുടെ സന്തോഷത്തിനായി എത്രത്തോളം ആഗ്രഹിച്ചുവെന്നും അവൻ തിരിച്ചറിഞ്ഞു. എന്നാൽ ഇന്ന് അവൾ തന്നോട് പറഞ്ഞ ഓരോ വാക്കുകളും, "എനിക്ക് നിങ്ങളെ വെറുപ്പാണെന്ന വാക്ക് അവന്റെ ഉള്ളിൽ കൂരമ്പ് പോലെ തറഞ്ഞു നിൽക്കുന്നു." താൻ ചെയ്യുന്ന നന്മ പോലും തിരിച്ചറിയപ്പെടാതെ സ്നേഹിച്ച പെൺകുട്ടിയുടെ മുന്നിലേക്ക് ഒരു വില്ലനായി മുദ്ര കുത്തപ്പെട്ടതിന്റെ വേദനയിൽ ദേവൻ ഉമ്മറപ്പടിയിൽ തലവെച്ച് കിടന്നു. അകത്തെ മുറിയിൽ ജനലരികിൽ നിലാവും നോക്കി കരയുന്ന ഭദ്രയും പുറത്ത് സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാതെ നെഞ്ചുപൊട്ടുന്ന ദേവനും. ആ മൗനരാത്രി അവരുടെ പ്രണയത്തിനും വിശ്വാസത്തിനും മേലെ വലിയൊരു ചോദ്യചിഹ്നമായി മാറി. ഏതാനും ദിവസങ്ങളിൽ മംഗലത്തെ തറവാട്ടിൽ കടന്നു വന്നത് ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദതയുമായിരുന്നു. ആ വീട്ടിലെ വെളിച്ചവും അണഞ്ഞിരുന്നു. ഭദ്ര തന്റെ മനസ്സിലുയർന്ന വെറുപ്പും സങ്കടവും മുഴുവൻ ദേവന് നേരെ തിരിച്ചുവെച്ചു. സാധ്യമാകുന്ന വഴിയിലൂടെയെല്ലാം അവൾ അവനെ അവഗണിച്ചുകൊണ്ടിരുന്നു. രാവിലെ കണ്ണു തുറക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ ദേവൻ അവളുടെ കണ്ണിൽ ഒരു അപരാധിയായി തുടർന്നു. പലപ്പോഴും അവളോട് സംസാരിക്കാൻ ദേവൻ ആവത് ശ്രമിച്ചു. "ഭദ്രേ, നീ ഒന്ന് കേൾക്ക്. ഞാൻ പറയുന്നത് മുഴുവൻ ഒന്ന് കേട്ടിട്ട് എന്നെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിച്ചോ." അവളുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കാത്ത കുറവ് മാത്രമേ ദേവൻ വരുത്തിയുള്ളൂ. പക്ഷെ അവന്റെ വാക്കുകൾ പൂർത്തിയാക്കാൻ പോലും ഭദ്ര അനുവദിച്ചില്ല. "നിങ്ങൾ എന്നോട് ഒന്നും പറയണ്ട. എന്റെ മുന്നിൽ നിന്ന് മാറി നിൽക്ക്. എനിക്ക് നിങ്ങളുടെ മുഖം പോലും കാണണ്ട. ഇനി എന്തെങ്കിലും പറഞ്ഞ് എന്നെ കൂടുതൽ വെറുപ്പിക്കരുത്." അവളുടെ വാക്ക് ഓരോന്നും മൂർച്ചയേറിയ അമ്പുകൾ പോലെ അവന്റെ നെഞ്ചിലേക്ക് തറച്ചു കയറി. ചിലപ്പോഴൊക്കെ സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാതെ അവൾ എറിഞ്ഞുകൊടുത്ത അധിക്ഷേപങ്ങൾ താങ്ങാനാവാതെ ദേവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നെഞ്ചുപൊട്ടുന്ന വേദനയോടെ അവൻ അവളുടെ മുന്നിൽ തലതാഴ്ത്തി നിന്നു. അത് കാണുമ്പോ അവളുടെ ഉള്ളിലും എന്തോ ഒരു വിങ്ങൽ അനുഭവപ്പെടുമായിരുന്നുവെങ്കിലും വിനോദിന്റെ വാക്കുകൾ ഉണ്ടാക്കിയ മുറിവ് ആ വികാരത്തെ എല്ലാം ചവിട്ടി മെതിച്ചു. അവർക്കിടയിൽ അകലം ദിവസങ്ങൾ ചെല്ലുന്തോറും വർദ്ധിച്ചു. ദേവന്റെ കാറിൽ കോളേജിൽ പോയിരുന്ന ഭദ്ര അത് പൂർണ്ണമായും നിർത്തി. രാവിലെ അവൻ ഉണരുന്നതിനു മുമ്പേ ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കും. വൈകുന്നേരങ്ങളിൽ അവൻ കാറുമായി വന്ന് കാത്തു നിൽക്കുമെങ്കിലും അവനെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ അവൾ ബസ്സിൽ കയറി പോവും. ഈ മാറ്റങ്ങളെല്ലാം സുലോചനയുടെ ശ്രദ്ധയിൽപ്പെടാതെയിരുന്നില്ല. ഉമ്മറത്തിരുന്ന് പലപ്പോഴും വിഷണ്ണനായിരിക്കുന്ന മകനെയും മുഖത്തു നോക്കാതെ നടന്നു പോകുന്ന മരുമകളെയും കണ്ട് അവരുടെ ഉള്ളം പിടഞ്ഞു.
ദേവ, എന്താണ് നിങ്ങൾ തമ്മിലൊരു പ്രശ്നം? ഭദ്രയ്ക്ക് എന്തൊരു മാറ്റം? നീ അവളോട് വല്ലതും വഴക്കിട്ടോ? അമ്മ ആശങ്കയോടെ ചോദിക്കുമ്പോഴെല്ലാം ദേവൻ ഒരു കള്ളച്ചിരി വരുത്തി ഒഴിഞ്ഞു മാറി. ഏയ്, ഒന്നുമില്ല അമ്മ. അവൾക്ക് കോളേജിൽ പ്രൊജക്ട് എക്സാം ഒക്കെ അടുത്തു വരുന്നതിന്റെ സ്ട്രെസ്സാണ്. അല്ലാതെ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല. തന്റെ ഉള്ളിൽ കടൽ പോലത്തെ സങ്കടം ഉള്ളിലൊതുക്കി അമ്മയെ ആശ്വസിക്കുമ്പോൾ ദേവന്റെ തൊണ്ടയിടറുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോകെ ഭദ്രയുടെ പെരുമാറ്റം ദേവനെ വല്ലാതെ തളർത്തി കളഞ്ഞു. എത്ര ശ്രമിച്ചിട്ടും അവളുടെ മനസ്സിലെ തെറ്റിദ്ധാരണ മാറ്റാൻ കഴിയുന്നില്ല. താൻ എത്രത്തോളം സ്നേഹത്തോടെയും മാന്യതയോടെയുമാണ് അവളെ സമീപിച്ചത്, അതിലും ഇരട്ടി വെറുപ്പാണ് അവൾ തിരികെ തന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മുറിയിൽ ഒരു അപരിചിതനെ പോലെ, ഒരു കുറ്റവാളിയെ പോലെ കഴിയേണ്ടി വരുന്ന അവസ്ഥ അവന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഇനി ഒരിക്കലും തനിക്ക് അവളോടൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്ന് ദേവൻ ഉറപ്പിച്ചു. അതിനേക്കാൾ ഉപരി തന്നോട് ഇത്രയും വെറുപ്പുള്ള ഒരു പെൺകുട്ടിയെ സ്വന്തം വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ തടച്ചിരുന്നത് സ്വാർത്ഥതയാണെന്ന് അവൻ കരുതി. അവൾക്ക് സ്വന്തമായി ജീവിക്കണമെങ്കിൽ അങ്ങനെയാവട്ടെ എന്ന് അവൻ കരുതി. ആ തീരുമാനമെടുക്കുമ്പോൾ ദേവന്റെ ഹൃദയം പടഞ്ഞു പോരുന്ന വേദനയുണ്ടായിരുന്നു. കാരണം ആരും കാണാതെ, അറിയാതെ അവളെ അവൻ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ചു പോയിരുന്നു. ജീവിതകാലം മുഴുവൻ ആ കൈകൾ പിടിച്ചു നടക്കണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. എങ്കിലും അവളുടെ സന്തോഷത്തിന് വേണ്ടി അവളിൽ നിന്ന് പിന്മാറാൻ അവൻ തയ്യാറായി. അങ്ങനെ ഉള്ളിലെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച ഒരു വൈകുന്നേരം ദേവൻ നഗരത്തിലെ ഒരു പ്രമുഖ വക്കീലിനെ പോയി കണ്ടു. പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനത്തിന് മ്യൂച്വൽ ഡിവോഴ്സ് പേപ്പറുകൾ ശരിയാക്കാൻ ആവശ്യപ്പെട്ടു. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിനുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്ന് വക്കീൽ ഉറപ്പു നൽകി. ഒരായുസിന്റെ മുഴുവൻ സ്വപ്നങ്ങളും ആ കടലാസ് കഷ്ണങ്ങളിൽ എഴുതി ചേർക്കുമ്പോൾ ദേവന്റെ വിരലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. അതേസമയം മറുപുറത്ത് ഭദ്രയുടെ ഉള്ളിലും വലിയൊരു കൊടുങ്കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു. ദേവനെ നിരന്തരം അവഗണിക്കുമ്പോഴും അവനോട് ഹാർഷായി പെരുമാറുമ്പോഴും അവളുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. പകരം അവനെ വേദനിപ്പിക്കുന്ന ഓരോ നിമിഷവും അതിലും വലിയ വേദന അവളും അനുഭവിക്കുന്നുണ്ടായിരുന്നു. ആ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഭദ്ര ഒരു കാര്യം വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞിരുന്നു. തനിക്ക് വിനോദിനോട് തോന്നിയിരുന്നത് വെറും ഒരു പ്രായത്തിന്റെ ആകർഷണവും സഹതാപവും മാത്രമായിരുന്നു. പക്ഷെ ദേവനോട് തോന്നുന്നത് അത് ആഴത്തിലുള്ള സ്നേഹമായിരുന്നു. തനിക്ക് നൽകിയ സംരക്ഷണം, മാന്യത, തന്റെ കുസൃതികളെ പോലും പുഞ്ചിരിയോടെ നോക്കിക്കണ്ട ആ കണ്ണുകൾ. അറിയാതെ തന്നെ അവൾ ദേവനെ സ്വന്തം ജീവനായി മാറ്റി പ്രതിഷ്ഠിച്ചിരുന്നു. പക്ഷെ തന്റെ പഴയ കാമുകനെ അടിച്ചൊതുക്കി ഭീഷണിപ്പെടുത്തിയ അഹങ്കാരിയായ ഭർത്താവിനോട് മാപ്പ് നൽകാൻ അവളുടെ ഈഗോ അനുവദിക്കുന്നില്ല. വിനോദിനെ ഒരിക്കൽ കൂടി കണ്ട് അവനോട് അവസാനമായി ഒരു മാപ്പ് ചോദിക്കണമെന്നും കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നും ഭദ്ര ആഗ്രഹിച്ചു. എന്നാൽ അതിനർത്ഥം വിനോദിന്റെ അടുത്തേക്ക് തിരികെ പോവുക എന്നതായിരുന്നില്ല. ദേവന്റെ ഭാര്യയായി ജീവിക്കാൻ ഇനി തനിക്ക് യോഗ്യതയില്ലെന്ന കുറ്റബോധമായിരുന്നു അവളിൽ. വിനോദ് ഇപ്പോൾ എവിടെയുണ്ടെന്ന് അന്വേഷിക്കാൻ ഭദ്ര തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അഞ്ജലിയെ ചുമതലപ്പെടുത്തി. വിനോദ് ജോലി ചെയ്തിരുന്ന കോൺട്രാക്ട് ഏജൻസി വഴിയും പഴയ കൂട്ടുകാർ വഴിയും അവന്റെ വിവരങ്ങൾ കണ്ടെത്താനായിരുന്നു അഞ്ജലിയോട് പറഞ്ഞിരുന്നത്. ദിവസങ്ങൾക്ക് ശേഷം കോളേജിലെ ഒരു ഒഴിവ് സമയത്ത് അഞ്ജലി ഭദ്രയെ തിരക്കി വന്നു. അവളുടെ മുഖത്ത് വലിയൊരു അങ്കലാപ്പവും നടുക്കവും ഉണ്ടായിരുന്നു. ഭദ്രേ, നീ അന്വേഷിക്കാൻ പറഞ്ഞ വിനോദിന്റെ കാര്യം എനിക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. അഞ്ജലി അവളുടെ കൈകളിൽ പിടിച്ചു ഒരു തണൽ മരച്ചുവട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്തഞ്ജലി, അവൻ എവിടെയുണ്ട്? സുഖമായിരിക്കുന്നോ? ഞാൻ കാരണം അവൻ ഒരുപാട് സങ്കടപ്പെടേണ്ടി വന്നില്ലേ? ഭദ്ര ആകാംക്ഷയോടെ ചോദിച്ചു. പക്ഷേ അഞ്ജലിയുടെ മുഖത്തെ ഗൗരവം അറിയില്ല. അവൾ ദീർഘനിശ്വാസത്തോടെ ഭദ്രയുടെ മുഖത്തേക്ക് നോക്കി. ഭദ്രേ, നീ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ നിനക്ക് താങ്ങാൻ കഴിയുമോ എന്ന് അറിയില്ല. പക്ഷെ സത്യം നീ അറിഞ്ഞേ പറ്റൂ. നീ ഇതുവരെ പ്രണയിച്ചിരുന്നത് ഒരു മനുഷ്യനെയല്ല, ഒരു ദ്രോഹിയാണ്. പെൺകുട്ടികളെ ചതിക്കുന്ന ഒരു ഫ്രോഡിനെയായിരുന്നു നീ ഇഷ്ടപ്പെട്ടത്. ഭദ്രയുടെ മുഖത്ത് ചിരി മാഞ്ഞു. അവൾ ഞെട്ടലോടെ അഞ്ജലിയെ നോക്കി. നീ നീ എന്തൊക്കെയാ അഞ്ജലി പറയുന്നേ? വിനോദ് അങ്ങനെ ഒരാളല്ല. അതെ, അങ്ങനെ ഒരാൾ തന്നെയാണ്, അഞ്ജലി ദേഷ്യത്തോടെ പറഞ്ഞു. അവന്റെ യഥാർത്ഥ നാട് ഇവിടുന്ന് ഒരുപാട് ദൂരെയാണ്. വിവിധ നഗരങ്ങളിൽ കോൺട്രാക്ട് പണിക്ക് പോവുക, അവിടെയുള്ള നിഷ്കളങ്കരായ പെൺകുട്ടികളെ പ്രണയം നടിച്ച് വലയിലാക്കുക, അച്ഛന് സുഖമില്ല, അമ്മക്ക് ഓപ്പറേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് സ്വർണവും പണവും തട്ടിയെടുത്ത് മുങ്ങുക. ഇതായിരുന്നു അവന്റെ സ്ഥിരം പരിപാടി. ഇല്ല, കള്ളം, അവൻ എന്നെ ചതിക്കില്ല, ഭദ്ര വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഇതാ നോക്ക്. അഞ്ജലി തന്റെ ഫോൺ എടുത്ത് ചില ചിത്രങ്ങളും വാർത്താ ലിങ്കുകളും ഭദ്രക്ക് കാണിച്ചു കൊടുത്തു. ഇതിനു മുമ്പ് അവൻ 2 പെൺകുട്ടികളെ ഇതേപോലെ ചതിച്ചതിന് പോലീസിൽ കേസുണ്ട്. ഒടുവിൽ നിന്റെ അച്ഛൻ ഇവന്റെ തട്ടിപ്പ് മണത്തറിഞ്ഞപ്പോഴാണ് നിന്റെ അച്ഛനെ അവനെ ഭീഷണിപ്പെടുത്തിയത്. അല്ലാതെ നിന്നെ സ്നേഹിച്ചത് കൊണ്ടോ നിന്റെ കുടുംബത്തിന്റെ സമാധാനം ഓർത്തല്ല അവൻ ഒഴിഞ്ഞു മാറിയത്.
നിന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടിയപ്പോ അടുത്ത ഇരയെ തേടി അവൻ മുങ്ങിയതാണ്. ഭദ്രയുടെ കൈകളിൽ നിന്ന് ഫോൺ നിലത്ത് വീഴാൻ പോയി. അന്തരീക്ഷമാകെ കറങ്ങുന്നത് പോലെ ഭദ്രക്ക് തോന്നി. ഭദ്രേ, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നിന്റെ ഭർത്താവ് ദേവേട്ടൻ അവന്റെ അടുത്തേക്ക് പോയത് വെറുതെ അവനെ ഉപദ്രവിക്കാനാണോ? അല്ല, നിന്റെ അച്ഛന്റെ ഓപ്പറേഷനാണ് എന്ന് പറഞ്ഞ് അന്ന് നീ അച്ഛനറിയാതെ അവന് കൊടുത്ത നിന്റെ 2 പവന്റെ സ്വർണമാലയില്ലേ, ആ മാല തിരികെ വാങ്ങാനാണ് ദേവേട്ട അവന്റെ അടുത്തേക്ക് പോയത്. ഏതൊരു പെൺകുട്ടിയുടെ ഭർത്താവ് അവന്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് അറിഞ്ഞിരുന്നു. മിക്കവാറും അത് ദേവേട്ടൻ തന്നെയായിരിക്കും. അവന്റെ കയ്യിൽ നിന്ന് ആ സ്വർണവും പിടിച്ചെടുത്തത്രേ. ഭദ്രയുടെ ഹൃദയമിടിപ്പ് നിലച്ചുപോയി. അവൾ അഞ്ജലിയെ നോക്കി കണ്ണു തള്ളി നിന്നു. അതെ ഭദ്രെ, അഞ്ജലി തുടർന്നു. തന്റെ ഭാര്യ ഒരു തട്ടിപ്പുകാരൻ പറ്റിച്ചു എന്നറിഞ്ഞപ്പോ അവൻ തട്ടിയെടുത്ത നിന്റെ സ്വത്ത് തിരിച്ചെടുത്ത് തരാൻ പോയതാണ് ആ മനുഷ്യൻ. പക്ഷെ അതറിഞ്ഞ വിനോദ് ദേവേട്ട പോലീസിൽ അറിയിക്കുമെന്ന് പേടിച്ച് നിന്റെ മുന്നിൽ വന്ന് കരഞ്ഞു വിതുമ്പി വീണ്ടും ഇരവാദം ഉന്നയിച്ചു. ദേവേട്ടനെ നിന്റെ മുന്നിൽ മോശക്കാരനാക്കി അവൻ രക്ഷപ്പെട്ടു. ആ ഫ്രോഡിന്റെ കള്ളക്കരച്ചിൽ കണ്ട് നീ സ്വന്തം ഭർത്താവിനെയാണോ സംശയിച്ചതും വെറുത്തതും? ആ വാക്കുകൾ ഒരു വലിയ ഇടിമിന്നൽ പോലെയാണ് ഭദ്രയുടെ തലച്ചോറിലേക്ക് പതിച്ചത്. ദൈവമേ, താൻ എന്താണ് ഈ കേൾക്കുന്നത്? അവളുടെ മനസ്സിൽ കഴിഞ്ഞ ദിവസങ്ങൾ ഒന്നൊന്നായി പാഞ്ഞുപോയി. തന്റെ മുന്നിൽ കൈകൂപ്പി നിന്ന് നിരപരാധിത്വം പറയാൻ ശ്രമിച്ച ദേവൻ, കണ്ണു നിറഞ്ഞ് തല താഴ്ത്തി നിന്ന ഭർത്താവ്, എനിക്ക് നിങ്ങളുടെ മുഖം കാണണ്ട, ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് അവന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കിയ തന്റെ സ്വന്തം വാക്കുകൾ. താൻ സംരക്ഷിക്കാൻ ശ്രമിച്ചത് ഒരു തെമ്മാടിയായിരുന്നു. താൻ ചവിട്ടി മെതിച്ചത് തനിക്കായി ലോകം മുഴുവൻ എതിർക്കാൻ തയ്യാറായ സ്വന്തം ഭർത്താവിന്റെ പരിശുദ്ധമായ സ്നേഹത്തെയായിരുന്നു. ദേവട്ട, ഭദ്രയുടെ തൊണ്ടയിൽ നിന്നും ഒരു ദയനീയമായ നിലവിളി പുറത്തു വന്നു. അവളുടെ കാലുകൾ കുഴഞ്ഞു. അവൾ അവിടുത്തെ പുൽത്തകിടിയിലേക്ക് തളർന്നിരുന്നു. കണ്ണുകളിൽ നിന്നും കണ്ണീർ അണപൊട്ടി ഒഴുകുന്നുണ്ടായിരുന്നു. താൻ എന്തൊരു ക്രൂരതയാണ് ആ പാവത്തിനോട് ചെയ്തത്. ഒരു വാക്കുപോലും കേൾക്കാൻ കൂട്ടാക്കാതെ, സത്യം എന്തെന്ന് അന്വേഷിക്കാതെ ആ മനുഷ്യന്റെ ആത്മാഭിമാനത്തെയാണ് താൻ ദിവസങ്ങളോളം പിച്ച് ചെയ്തത്. ആ നന്മ നിറഞ്ഞ മനസ്സിൽ താൻ ഉണ്ടാക്കിയ മുറിവ് എത്ര വലുതായിരിക്കും. എനിക്ക് എനിക്ക് വീട്ടിൽ പോണം അഞ്ജലി, എനിക്ക് ദേവേട്ടനെ കാണണം. വിതുമ്പലുകൾക്കിടയിൽ ഭദ്ര നിലവിളിച്ചു. താൻ ചെയ്ത തെറ്റിന് അവന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം. അവൻ തരുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ അവൾ തയ്യാറായിരുന്നു. പക്ഷെ അതിനു മുമ്പേ തനിക്ക് വിനോദിനെ കാണണം എന്ന് ഭദ്ര ഉറപ്പിച്ചു. അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. അഞ്ജലി ഭദ്രയോട് ഇനി വിനോദിനെ കാണാൻ ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും അവൻ അത് മുഖവിലക്കെടുത്തില്ല. വിനോദിന്റെ സ്വഭാവം വെച്ച് അവനെ കാണാൻ ഭദ്ര ശ്രമിക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ അഞ്ജലിയിൽ ഉടൻ തന്നെ ദേവനെ വിവരം അറിയിക്കുകയും ചെയ്തു. അഞ്ജലിയുടെ മുന്നറിയിപ്പുകൾ വകവെക്കാതെ ഭദ്ര നേരെ പോയത് വിനോദ് താമസിക്കുന്ന ക്വാർട്ടേഴ്സിന്റെ പരിസരത്തേക്കായിരുന്നു. കോപവും വഞ്ചിക്കപ്പെട്ടതിന്റെ വേദനയും അവളുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പോലെ തിളച്ചു മറിയുകയായിരുന്നു. താൻ ദൈവത്തെ പോലെ ആരാധിച്ച ഭർത്താവിനെ ഒരു തട്ടിപ്പുകാരന് വേണ്ടി വെറുത്തല്ലോ എന്ന ചിന്ത അവളെ ഭ്രാന്ത് പിടിപ്പിച്ചു. ക്വാർട്ടേഴ്സിന്റെ പുറകിലെ വിജനമായ സ്ഥലത്ത് വെച്ച് അവളെ അപ്രതീക്ഷിതമായി കണ്ട വിനോദിന്റെ മുഖത്ത് ആദ്യം ഒരു പരിഭ്രമം പടർന്നെങ്കിലും ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പായപ്പോ അവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. അവന്റെ കള്ളക്കരച്ചിലും ഇരവാദവും എല്ലാം അപ്രത്യക്ഷമായിരുന്നു. നീ നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ വിനോദ്? ഭദ്ര വിറക്കുന്ന ശബ്ദത്തിൽ കണ്ണുകളിൽ കനലേരിയുന്ന കോപത്തോടെ ചോദിച്ചു. നീ എന്റെ പണത്തിന് പുറകെ നടന്നതാണല്ലേ? എന്റെ 2 പവന്റെ മാലയും വാങ്ങി എന്നെയും എന്റെ കുടുംബത്തെയും ചതിച്ചു മുങ്ങിയപ്പോ നിനക്ക് ഒട്ടും കുറ്റബോധം തോന്നിയില്ലേടാ? വിനോദ് പരിഹാസത്തോടെ ഒന്ന് ഉറക്കി ചിരിച്ചു. ആ ചിരിയിൽ ക്രൂരമായ പുച്ഛം നിറഞ്ഞു നിന്നിരുന്നു. ചതിയോ? ഏത് ചതി? വിനോദ് അവളുടെ അടുത്തേക്ക് ഒരടിയെടുത്തു. നിന്നെ പോലെയുള്ള പൊട്ട പെണ്ണുങ്ങളെ വലയിലാക്കാൻ വലിയ പാടൊന്നുമില്ല ഭദ്രേ. അച്ഛന് സുഖമില്ലെന്ന് 2 വട്ടം പറഞ്ഞു കരഞ്ഞപ്പോ നീ മാലയും ഊരിത്തന്നു. നിന്റെ അച്ഛന്റെ പണം കണ്ട് തന്നെയാണ് ഞാൻ വന്നത്. പക്ഷെ പണി പാളുമെന്ന് കണ്ടപ്പോ കിട്ടിയതും കൊണ്ട് ഞാൻ കളമൊഴിഞ്ഞു. അതിനിപ്പോ നിനക്കെന്താടി? അതൊക്കെ നിന്റെ ഭർത്താവ് മേടിച്ചെടുത്തില്ലേ? നിനക്ക് എങ്ങനെ കഴിഞ്ഞടാ ഇത്രയും ക്രൂരനാവാൻ? ഭദ്രയുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പി. നിന്നെ വിശ്വസിച്ച് എന്റെ ദേവേട്ടനെ ഞാൻ വെറുക്കാൻ കാരണം നീയാണ്. ആ നന്മയുള്ള മനുഷ്യന്റെ മനസ്സ് ഞാൻ തകർത്തത് നിന്റെ ഈ കള്ളക്കഥകൾ കേട്ടാണ്. ആഹാ, നിന്റെ ഒരു ദേവേട്ടൻ! വിനോദ് അവളെ തരം താഴ്ത്തി സംസാരിക്കാൻ തുടങ്ങി. അവന്റെ കൂടെ ഏതാനും ദിവസം മണിയറയിൽ കിടന്നപ്പോഴേക്കും നീ വലിയ പതിവ്രത ചമയുകയാണോ? നിന്നെ പോലെയുള്ളവളുമാരെ നാട്ടുകാർക്ക് മുന്നിൽ നാണം കെടുത്തത് തന്നെയാണ് എന്റെ തെറ്റ്. നിന്റെ ആ ഭർത്താവ് വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോ അവന്റെ മുന്നിൽ നാടകം കളിച്ചതാണ്. ഓടി പോയി അവന്റെ കാല് പിടിച്ച് കിടക്ക്. എന്നെ ഉപദേശിക്കാൻ നീ വളർന്നിട്ടില്ല. ഹ്, നീ അടങ്ങടെ തട്ടിപ്പുകാരാ! ഭദ്ര അവന്റെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി ആക്രോശിച്ചു. നിന്നെ ഞാൻ വെറുതെ വിടില്ല, പോലീസിൽ ഏൽപ്പിക്കും. നിർത്തടി നിന്റെ പുലമ്പല്! ഭദ്രയുടെ വാക്കുകൾ കേട്ട് വിനോദിന് കോപം ഇരച്ചു കയറി. അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് ആഞ്ഞു നോക്കി. എന്നെ ഭീഷണിപ്പെടുത്താൻ മാത്രം നീ ആയിട്ടില്ലടി.
എന്ന് ചോദിച്ചുകൊണ്ട് അവൻ ഉയർന്ന കൈയോടെ ഭദ്രയുടെ കവിളിൽ അടിക്കാനായി കൈ ആഞ്ഞു വീശി. ഭദ്ര ഭയത്തോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്നാൽ ആ കൈ അവളുടെ കവിളിൽ പതിക്കുന്നതിന് തൊട്ടു മുമ്പ് അന്തരീക്ഷത്തിൽ ഒരു കാറ്റടിച്ചു വീശിയതുപോലെ ഭീകരമായ ഒരു പിടി വിനോദിന്റെ കൈത്തണ്ടയിൽ വീണു. ആ പിടിയിൽ വിനോദിന്റെ അസ്ഥികൾ നുറുങ്ങുന്നത് പോലെ അവന് അനുഭവപ്പെട്ടു. ഭദ്ര പതുക്കെ കണ്ണുകൾ തുറന്നു. മുന്നിൽ നിൽക്കുന്നു രൗദ്രഭാവത്തിൽ, കണ്ണുകളിൽ രക്തവർണ്ണവുമായി മംഗലത്ത് ദേവൻ. മംഗലത്ത് ദേവന്റെ പെണ്ണിന്റെ ദേഹത്ത് കഴിവൊക്കെ മാത്രം വളർന്നോടാ നീ. ഇടിമിന്നൽ പോലെ ദേവന്റെ ശബ്ദം ആ വിജനതയിൽ മുഴങ്ങി. തൊട്ടടുത്ത നിമിഷം വേദന്റെ വലതു കൈ വിനോദിന്റെ കവിളിലേക്ക് ആഞ്ഞു പതിച്ചു. ആ ഒറ്റയടിയിൽ വിനോദ് നിലത്തേക്ക് തെറിച്ചു വീണു. ചോര തുപ്പിയ അവൻ ഭയത്തോടെ പുറകോട്ട് നീന്തി. എന്നാൽ അമർഷം അടക്കാനാവാതെ ദേവൻ അവനെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പിന്നെ അവിടെ നടന്നത് ഒരു താണ്ഡവമായിരുന്നു. സ്വന്തം ഭാര്യയെ തരം താഴ്ത്തി സംസാരിച്ചതിനും അവളുടെ നേരെ കൈയുയർത്തിയതിനുമുള്ള പ്രായശ്ചിത്തം ദേവൻ അവന്റെ ദേഹത്ത് തീർത്തു. ദേവന്റെ ആഞ്ഞുള്ള ചവിട്ടും ഇടയിലും വിനോദിന്റെ കരച്ചിലും അപേക്ഷകളും അന്തരീക്ഷത്തിൽ ഉയർന്നു. വേണ്ട, എന്നെ കൊല്ലരുത്, എന്നെ വെറുതെ വിടണം, വിനോദ് കാലു പിടിച്ച് നിലവിളിച്ചു. ഇനി മേല ഇവളുടെ നിഴലിനെ പോലും പിന്തുടരുകയോ ഏതെങ്കിലും പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കുകയോ ചെയ്താൽ നിന്റെ ശവം പോലും ആരും കാണില്ല. വിനോദിന്റെ ചോര കളത്തിലേക്ക് തള്ളിയിട്ട് ദേവൻ ഗർജിച്ചു. പിന്നെ അവൻ തിരിഞ്ഞു നിന്ന് ഭദ്രയുടെ കൈത്തണ്ടയിൽ പിടിച്ച് കാറിലേക്ക് വലിച്ചിഴക്കാതെ കൂട്ടിക്കൊണ്ടുപോയി. കാറിൽ മടങ്ങുമ്പോൾ ഉള്ളിലെ സങ്കടവും കുറ്റബോധവും സഹിക്കാനാവാതെ ഭദ്ര വിതുമ്പി കരഞ്ഞു. കാറിനുള്ളിൽ ശ്വാസം മുട്ടിക്കുന്ന മൗനമായിരുന്നു. ദേവേട്ട, അവൾ ഇടറിയ ശബ്ദത്തിൽ വിളിച്ചു. എനിക്ക് എനിക്ക് സംസാരിക്കണം. ഞാൻ ചെയ്തത്. ഒന്നും പറയണ്ട ഭദ്രെ, ഇപ്പോൾ ഒന്നും പറയാൻ നിൽക്കരുത്. ദേവന്റെ ശബ്ദം വല്ലാത്തൊരു മരവിപ്പിലായിരുന്നു. അവൻ റോഡിലേക്ക് മാത്രം നോക്കി കാർ മുന്നോട്ട് ഓടിച്ചു. അവളുടെ കണ്ണുനീരോ യാചനയോ കാണാൻ അവൻ തയ്യാറായിരുന്നില്ല. വീട്ടിലെത്തിയ ശേഷമുള്ള 2 ദിവസങ്ങൾ ഭദ്രക്ക് നരകതുല്യമായിരുന്നു. താൻ ചെയ്ത മാപ്പർഹിക്കാത്ത തെറ്റിന് അവന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരയാൻ അവൾ കൊതിച്ചു. എന്നാൽ ദേവൻ അവളിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞുമാറി. രാവിലെ അവൾ ഉണരുമ്പോഴും അവൻ രാത്രി ഏറെ വൈകി അവൾ ഉറങ്ങി എന്ന് ഉറപ്പാക്കിയ ശേഷമേ അവൻ മുറിയിലേക്ക് വരൂ. മുറിയിലെത്തിയാലും അവളോടൊരു വാക്കുപോലും മിണ്ടില്ല. ഭദ്ര അവന്റെ മുന്നിലേക്ക് ചെന്ന് ദേവേട്ട എന്ന് വിളിക്കുമ്പോഴും അവൻ കണ്ണുകൾ തിരിച്ചു കളഞ്ഞ് ദൂരേക്ക് മാറിപ്പോകും. ഒന്ന് തുറന്ന് സംസാരിക്കാൻ, ആ നെഞ്ചിലേക്ക് ചാഞ്ഞു വീണ് മാപ്പ് ചോദിക്കാൻ അവൾക്കൊരവസരം പോലും അവൻ നൽകിയില്ല. അവന്റെ ആ മൗനം അവളോട് കാണിക്കുന്ന അകലം, അത് ഭദ്രയുടെ ഹൃദയത്തിൽ 1000 കൂരമ്പുകൾ തറക്കുന്നതിന് തുല്യമായിരുന്നു. ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ അവൾ സ്വന്തം കുറ്റബോധത്തിൽ നീറിപ്പുകഞ്ഞു. മഴ പെയ്യുന്ന തണുത്ത രാത്രിയിൽ മുറിയിൽ കട്ടിലിന്റെ കോണിൽ തലപൂഴ്ത്തിയിരിക്കുകയായിരുന്നു ഭദ്ര. പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ തല ഉയർത്തി നോക്കി. ദേവൻ അകത്തേക്ക് കടന്നു വന്നു. അവന്റെ കയ്യിൽ ഒരു വലിയ വെള്ളക്കവർ ഉണ്ടായിരുന്നു. അവൻ മേശപ്പുറത്ത് ആ കവർ വെച്ചു. അതിൽ നിന്ന് ചില കടലാസുകൾ എടുത്ത് അവൻ കട്ടിലിലേക്ക് വെച്ചു കൊടുത്തു. ഭദ്രെ, അവൻ തികച്ചു ശാന്തമായി വിളിച്ചു. ആ ശാന്തതയിൽ വലിയൊരു കൊടുങ്കാറ്റ് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. കണ്ണീരണിഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. ദേവേട്ട, പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, എന്നോടൊന്ന് സംസാരിക്ക്. ഇത് വായിച്ചു നോക്ക്. ദേവൻ അവളുടെ വാക്ക് തടഞ്ഞുകൊണ്ട് പറഞ്ഞു. നമ്മുടെ പരസ്പര സമ്മതത്തോടുള്ള വിവാഹമോചനത്തിനുള്ള പേപ്പറുകളാണ്. എ മ്യൂച്വൽ ഡിവോഴ്സ് പേപ്പർ. വക്കീൽ ഇന്ന് തന്നതാണ്. ഒപ്പിടേണ്ട സ്ഥലത്ത് ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. ഇനി താനും. ആ വാക്കുകൾ കേട്ട ഭദ്രയുടെ ബോധം മറഞ്ഞു പോകുന്നത് പോലെ തോന്നി. അന്തരീക്ഷം ആകെ തണുത്തുടഞ്ഞു. അവളുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. ദേവേട്ട, എന്തീ പറയുന്നേ? ഭദ്രയുടെ വിരലുകൾ വിറച്ചു. അവൾ അവിശ്വസനീയതയോടെ ആ പേപ്പറുകളിലേക്ക് നോക്കി. അതിൽ ദേവന്റെ ഒപ്പ് തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. എന്റെ കൂടെ ജീവിക്കുന്നത് നിനക്കൊരു നരകമാണെന്ന് എനിക്കറിയാം, ദേവൻ ജനലരികിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ ആഴത്തിലുള്ള മുറിവും വല്ലാത്തൊരു വീർപ്പുമുട്ടലും ഉണ്ടായിരുന്നു. നീ എന്നെ എത്രത്തോളം വെറുക്കുന്നു എന്ന് നീ തന്നെ എന്നോട് പറഞ്ഞതാണല്ലോ. എന്നെ കാണുന്നത് പോലും നിനക്ക് അറപ്പാണെന്നും പറഞ്ഞു. എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി ഇനി നീ അഭിനയിച്ച് ജീവിക്കേണ്ടതില്ല. നിന്നെ എന്നേക്കുമായി ഈ ബന്ധത്തിൽ നിന്നും, ഈ മുറിയിൽ നിന്നും ഞാൻ മോചിപ്പിക്കുകയാണ്. നാളെ ഇതിൽ ഒപ്പിട്ടിട്ട് തന്നാ മതി. നമുക്ക് നല്ല രീതിയിൽ പിരിയാം. ദേവേട്ട, വേണ്ട. ഭദ്ര നിലവിളിച്ചുകൊണ്ട് അവന്റെ കാൽക്കലേക്ക് വീണു. അവൾ അവന്റെ കാലുകളിലേക്ക് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എനിക്ക് ഡിവോഴ്സ് വേണ്ട. എന്നെ തല്ലിക്കോ, പക്ഷെ എന്നെ ഇങ്ങനെ തള്ളിക്കളയരുത്. എനിക്ക് അന്ന് തെറ്റുപറ്റിയതാ ദേവേട്ട. ഞാൻ ആ തട്ടിപ്പുകാരന്റെ വാക്കുകൾ വിശ്വസിച്ചു പോയി. എന്റെ ദേവേട്ടന്റെ സ്നേഹവും മാന്യതയും തിരിച്ചറിയാൻ വൈകിപ്പോയി. എനിക്കിപ്പോഴാ മനസ്സിലായത്. ഞാൻ ഞാൻ നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് ദേവേട്ട. പ്ലീസ്,
എന്നെ ഉപേക്ഷിക്കരുത്, അവൾ വിതുമ്പലുകൾക്കിടയിലൂടെ യാചിച്ചു. ദേവൻ തെല്ലുനേരം കണ്ണുകൾ അടച്ചു നിന്നു. അവന്റെ കണ്ണ് നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ ഭദ്രയുടെ കൈകൾ പതുക്കെ സ്വന്തം കാലുകളിൽ നിന്നും വിടുവിച്ചു. വൈകിപ്പോയി ഭദ്രെ, ദേവൻ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു. കയ്യിലിരുന്ന ഡിവോഴ്സ് പേപ്പർ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിലത്ത് കിടക്കുന്ന ഭദ്ര നിശബ്ദമായി കരഞ്ഞു. താൻ സ്വന്തം കൈകൊണ്ട് തച്ചുടച്ച പ്രണയത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മീതെ പ്രായശ്ചിത്തത്തിന്റെ കണ്ണീർ ഒഴുക്കുമ്പോഴും അവൾക്ക് മുന്നിൽ ആ ഡിവോഴ്സ് പേപ്പർ വലിയൊരു ചോദ്യചിഹ്നമായി കടന്നിരുന്നു. ഡിവോഴ്സ് പേപ്പറിൽ തന്റെ ഒപ്പ് പതിഞ്ഞെങ്കിലും അത് ഭദ്രയുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുമ്പോൾ ദേവന്റെ ഉള്ളം പറഞ്ഞു പോകുന്ന വേദനയുണ്ടായിരുന്നു. എന്നാൽ തനിക്കെതിരെ ഉയർത്തിയ അധിക്ഷേപങ്ങളും വിനോദിനു വേണ്ടി അവൾ ഒഴുക്കിയ കണ്ണീരും അവന്റെ ഉള്ളിലെ ആത്മാഭിമാനത്തെ അത്രമേൽ മുറിപ്പെടുത്തിയിരുന്നു. താൻ എത്രത്തോളം സ്നേഹിച്ചുവോ അത്രത്തോളം വെറുപ്പ് തിരികെ നൽകിയ പെൺകുട്ടിയെ ഇനി സ്വന്തം വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടാൻ അവന് കഴിഞ്ഞില്ല. പിറ്റേന്ന് പ്രഭാതം മംഗലത്ത് തറവാട്ടിലേക്ക് കടന്നു വന്നത് തികച്ചും മരവിച്ച അന്തരീക്ഷത്തോടെയായിരുന്നു. രാവിലെ തന്നെ ഭദ്രയുടെ പെട്ടികളും സാധനങ്ങളും കാറിന്റെ പുറകിലെ ഡിക്കിയിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ദേവന്റെ മുഖത്ത് ഭാവവ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സുലോചന അമ്മയോട് അവൾക്ക് കോളേജിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ചു ദിവസം സ്വന്തം വീട്ടിൽ നിൽക്കണമെന്ന് കള്ളം പറയുമ്പോൾ അവന്റെ തൊണ്ടയിടറിയിരുന്നു. കാറിലേക്കുള്ള യാത്രയിലുടനീളം രണ്ടുപേരും ഒരക്ഷരം മിണ്ടില്ല. കാറിനുള്ളിൽ ശ്വാസം മുട്ടിക്കുന്ന മൗനം തളം കെട്ടി നിന്നു. മഴക്കാറുകൾ മൂടിക്കെട്ടിയ അന്തരീക്ഷം പോലെയായിരുന്നു രണ്ടുപേരുടെയും മനസ്സ് അന്നേരം. ഭദ്രയുടെ വീട്ടുപടിക്കൽ കാർ വന്നു നിന്നു. സ്റ്റിയറിംഗിൽ പിടിമുറുക്കിക്കൊണ്ട് ദേവൻ വശത്തേക്ക് തിരിഞ്ഞു. അവളെ ഒന്ന് നോക്കാൻ പോലും അവൻ തുനിഞ്ഞതുമില്ല. ഭദ്രെ, അവന്റെ ശബ്ദം തികച്ചും മരവിച്ചതായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ വീട്ടുകാരോട് നമ്മൾ ഒന്നും പറയണ്ട. അവർ വെറുതെ സങ്കടപ്പെടേണ്ടതില്ല. സമയമാവുമ്പോ ഡിവോഴ്സിന്റെ കാര്യങ്ങൾ നമുക്ക് രണ്ടുപേർക്കും കൂടെ സംസാരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. അതിനുള്ള നിയമപരമായ കാര്യങ്ങൾ ഞാൻ വക്കീൽ വഴി ചെയ്തോളാം. ആ വാക്കുകൾ കേട്ട് ഭദ്ര ഒരു യന്ത്രപ്പാവയെ പോലെ പതുക്കെ തലയാട്ടി. എന്തെതിർത്ത് പറയാനാണ് അവൾക്ക് അർഹതയുള്ളത്? താൻ സ്വന്തം കൈകൊണ്ട് തച്ചുടച്ചതാണ് ആ മനുഷ്യന്റെ മാന്യതയും സ്നേഹവും എല്ലാം. സത്യമറിയാതെ ഒരു തട്ടിപ്പുകാരന്റെ വാക്കുകൾ വിശ്വസിച്ച് അവൻ നൽകിയ പരിശുദ്ധമായ പ്രണയത്തെയാണ് താൻ ചവിട്ടി മരിച്ചത്. അവൻ തനിക്ക് നൽകുന്ന ഈ ശിക്ഷ പോലും അവൻ കാട്ടുന്ന വലിയൊരു ദയവാണെന്ന് അവൾക്ക് തോന്നി. തന്റെ തെറ്റുകൾക്ക് മുമ്പിൽ ദേവന്റെ ജീവിതത്തിലേക്ക് തിരികെ കയറാൻ തനിക്ക് യാതൊരു യോഗ്യതയുമില്ലെന്ന കുറ്റബോധം അവളെ ആഴത്തിൽ തളർത്തിയിരുന്നു. ഡിക്കിയിൽ നിന്ന് പെട്ടി ഞാൻ എടുക്കാമെന്ന് ദേവൻ പറഞ്ഞെങ്കിലും ഭദ്ര പതുക്കെ കൈയുയർത്തി അവനെ തടഞ്ഞു. വിറക്കുന്ന കൈകളോടെ പെട്ടിയും എടുത്ത് അവൾ വീടിന്റെ ഉമ്മറത്തേക്ക് നടന്നു. പടി കയറുന്നതിന് മുമ്പ് നിറകണ്ണുകളോടെ അവൾ തിരിഞ്ഞു നോക്കി. പക്ഷെ അപ്പോഴേക്കും ദേവന്റെ കാർ വഴിത്തിരിവിൽ അപ്രതീക്ഷിതമായി. അവിടെ നിന്നങ്ങോട്ട് വിരഹത്തിന്റെയും നരകതുല്യമായ കുറ്റബോധത്തിന്റെയും കറുത്ത ദിനങ്ങൾ ആരംഭിക്കുകയായിരുന്നു. സ്വന്തം മുറിയിലെ 4 ചുവരുകൾക്കിടയിൽ ഭദ്ര സ്വന്തം ഒരു തടവറ തീർത്തു. വിശപ്പും ദാഹവും അവൾ പൂർണ്ണമായും മറന്നു. മകൾക്ക് എന്തു പറ്റിയെന്ന് വീട്ടുകാർ പരിഭ്രാന്തിയോടെ ചോദിച്ചപ്പോഴൊക്കെ കോളേജിൽ പരീക്ഷ അടുത്തിരിക്കുന്നതിന്റെ ക്ഷീണമാണെന്ന് പറഞ്ഞ് അവൾ മുറിയടച്ചിരുന്നു. കണ്ണടച്ചാലും തുറന്നാലും ദേവന്റെ രൂപം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. തന്റെ അന്തസ്സ് കാക്കാൻ ഒരു പോരാളിയെ പോലെ വിനോദിന്റെ മുമ്പിലേക്ക് ചെന്നെത്തിയ ദേവൻ തന്റെ നേരെ കൈയുയർത്തിയ തട്ടിപ്പുകാരനെ തല്ലിച്ചതച്ച് തനിക്കായി രൗദ്രഭാവം പൂണ്ട ദേവേട്ടൻ. താൻ കാരണം ആ നന്മ നിറഞ്ഞ മനുഷ്യന്റെ ഹൃദയത്തിൽ എത്ര വലിയ മുറിവാണ് ഉണ്ടായത്. ദേവേട്ടന്റെ വസ്ത്രങ്ങളുടെ മണം, അവൻ തനിക്ക് നൽകിയ സുരക്ഷിതത്വം, ആ വലിയ കണ്ണുകളിൽ തനിക്കായി തിളങ്ങിയിരുന്ന സ്നേഹം. ഭദ്രയുടെ മനസ്സ് ഒടുങ്ങാത്ത ആഗ്രഹത്തോടെ ആ ഓർമ്മകളിലേക്ക് ഓടിയെത്തി. ഓരോ നിമിഷവും അവൾ അവന്റെ പേര് പറഞ്ഞ് വിതുമ്പി കരഞ്ഞു. ദിനങ്ങൾ കടന്നുപോയപ്പോ ഭദ്രയുടെ ഉള്ളിലെ പ്രസരിപ്പും ജീവനും വറ്റിപ്പോയിരുന്നു. ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ അവൾ എല്ലും തോലുമായി മാറി. അവളുടെ റോസാപ്പൂ കവിളുകൾ ഒട്ടിപ്പോയി. തിളക്കമുള്ള കണ്ണുകൾക്ക് താഴെ കറുപ്പ് പടർന്നു. കണ്ണീരൊഴുക്കി അവൾ ആകെ തളർന്നു കിടന്നു. മറുപുറത്ത് മംഗലത്ത് തറവാട്ടിൽ ദേവന്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. മുറിയിൽ കിടക്കുമ്പോൾ അവൻ ഭദ്രയുടെ സാന്നിധ്യമാണ് തിരഞ്ഞത്. അവൾ ഇടയ്ക്കിടെ കാട്ടാറുള്ള കൊഞ്ചലുകളും ചിരികളും കുസൃതികളും ആ മുറിയുടെ ഓരോ കോണിലും പ്രതിധ്വനിക്കുന്ന പോലെ അവന് തോന്നി. ഞാൻ ചെയ്തത് ശരിയാണോ? രാത്രികളിൽ ജനലരികിൽ നിൽക്കുമ്പോൾ ദേവൻ സ്വന്തം നെഞ്ചിൽ കൈവച്ച് ചോദിച്ചു. അവൾക്ക് പറ്റിയതൊരു തെറ്റാണ്, ഒരു പ്രായത്തിന്റെ അബദ്ധം. എന്നാൽ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അവൾ തന്റെ കാലു പിടിച്ച് അപേക്ഷിച്ചതല്ലേ? വിനോദിന്റെ കള്ളത്തരങ്ങളിൽ വീണുപോയ ഒരു പാവം പെൺകുട്ടിയായിരുന്നില്ല അവൾ. എന്നിട്ടും താൻ എന്തുകൊണ്ട് സ്വന്തം ഈഗോയും ദേഷ്യവും മുൻനിർത്തി അവൾ തള്ളിക്കളഞ്ഞത്? അവൾ വേർതിരിഞ്ഞു ജീവിക്കുന്ന ഓരോ സെക്കൻഡും താൻ ശ്വാസം മുട്ടി മരിക്കുകയാണെന്ന് ദേവൻ തിരിച്ചറിഞ്ഞു. അവളില്ലാത്തൊരു ജീവിതം തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അമ്മ സുലോചനയുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിയാതെ അവൻ തളർന്നു. ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. നാളുകൾ കടന്നുപോയപ്പോൾ ദേവനും ആകെ ക്ഷീണിതനായി. താടി വളർന്ന് കൺതടങ്ങൾ കറുത്ത് സ്വന്തം നിഴൽ പോലെ അവൻ മാറിയിരുന്നു. രണ്ടുപേർക്കും പരസ്പരം ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് വിരഹത്തിന്റെ ഓരോ നിമിഷവും അവരെ പഠിപ്പിക്കുകയായിരുന്നു. ഒടുവിൽ ഉള്ളിലെ പ്രണയവും വിരഹവേദനയും താങ്ങാൻ കഴിയാത്തൊരു സന്ധ്യയിൽ
ദേവൻ ആ തീരുമാനമെടുത്തു. എനിക്ക് എന്റെ ഭദ്രയെ വേണം. എന്റെ ജീവനായവളെ തള്ളിക്കളയാൻ എനിക്ക് കഴിയില്ല. അവളുടെ തെറ്റുകൾ എന്തായാലും എന്റെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ ഞാൻ തയ്യാറാണ്. ആകാശത്ത് കറുത്ത മഴക്കാറുകൾ ഉരുണ്ടുകൂടുന്ന ഒരു വൈകുന്നേരം. ദേവന്റെ കാർ ഭദ്രയുടെ വീട്ടുമുറ്റത്ത് വന്നു നിന്നു. വീട്ടുകാർ ഉമ്മറത്തില്ലാത്ത സമയം ഭയത്തോടും ആകാംക്ഷയോടും കൂടെ അവൻ പതുക്കെ അവളുടെ മുറിയുടെ വാതിലിനടുത്തേക്ക് നടന്നു. വാതിൽ പകുതി തുറന്നു കിടക്കുകയായിരുന്നു. അവൻ പതുക്കെ അകത്തേക്ക് നോക്കി. ആ കാഴ്ച കണ്ടതും ദേവന്റെ നെഞ്ചകം തകർന്നുപോയി. കട്ടിലിന്റെ കോണിൽ ഒരു പഴയ സാരിയും ചുറ്റി ആകെ ക്ഷീണിച്ച് എല്ലും തോലുമായി ഭദ്ര കിടക്കുന്നു. അവളുടെ പഴയ പ്രസരിപ്പോ ചുണ്ടിലെ പുഞ്ചിരിയോ എങ്ങും കണ്ടില്ല. ആകെ വാടിത്തളർന്ന് ജീവനറ്റ ഒരു പൂ പോലെ കിടക്കുകയാണ് അവൾ. ദേവന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ഷാഢ്യവും അകലവും ഇത്രത്തോളം ആ പെൺകുട്ടിയെ തളർത്തി കളഞ്ഞു. അവൻ ചിന്തിച്ചുപോയി. അവൻ പതുക്കെ മുറിക്കുള്ളിലേക്ക് നടന്നു. അവന്റെ കാൽപ്പെരുമാറ്റം കേട്ട് ഭദ്ര പതുക്കെ കണ്ണുകൾ തുറന്നു. ഇരുട്ടിൽ തന്റെ മുന്നിൽ താടി വളർന്ന് ക്ഷീണിതനായി നിൽക്കുന്ന ദേവനെ കണ്ടപ്പോൾ അവൾക്കതൊരു സ്വപ്നമാണെന്ന് തോന്നി. അവൾ വിറക്കുന്ന കൈകളോടെ കണ്ണുകൾ കൂട്ടിത്തിരുമ്മി. ഭദ്രേ! ദേവന്റെ തൊണ്ടയിടറി. തികച്ചും ആർദ്രമായി വിളിച്ചു. ആ ശബ്ദം, ആ പ്രിയപ്പെട്ട ശബ്ദം കേട്ടതും അവളുടെ ഉള്ളിൽ സങ്കടക്കടൽ അണപൊട്ടി ഒഴുകി. അത് സ്വപ്നമല്ല, തന്റെ ദേവേട്ടൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ദേവേട്ട! ഒരു നിലവിളിയോടെ അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അവളുടെ വിറക്കുന്ന ചുണ്ടുകൾ സങ്കടം കൊണ്ട് കൂട്ടിപ്പോയി. എന്നെ വന്ന് വിളിക്ക, ഇത്രയും വൈകിയോ ദേവേട്ട? അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു. തൊട്ടടുത്ത നിമിഷം അത് അവന്റെ നെഞ്ചിലേക്ക് ഓടി വീണു. അവളുടെ ആ കുഞ്ഞു ശരീരം അവന്റെ മാറോട് ചേർന്ന് വിറച്ചു. രണ്ട് കൈകൾ കൊണ്ടും അവന്റെ അരക്കെട്ടിൽ വിരിഞ്ഞു മുറുക്കി അവൾ അവന്റെ നെഞ്ചിൽ മുഖമമർത്തി വിതുമ്പി. എന്നെ ഉപേക്ഷിക്കല്ലേ ദേവേട്ട, ഞാൻ ചത്തുപോവും. നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. എന്നോട് എനിക്ക് എനിക്ക് മാപ്പ് തന്നൂടെ? അവൾ യാചനയോടെ അപേക്ഷിച്ചു. ദേവൻ അവളെ ആഞ്ഞു പുണർന്നു. അവനും കരയുകയായിരുന്നു. അവൻ അവളുടെ നെറുകിൽ ചുവന്ന കൺതടങ്ങളിൽ ഒട്ടിപ്പോയ കവിളുകളിൽ ഉമ്മകൾ കൊണ്ട് മൂടി. അവന്റെ കണ്ണുനീർ തുള്ളികൾ അവൾ മുഖത്തേക്ക് ഒലിച്ചിറങ്ങി. ഇല്ലടി കൺമണി, നിന്നെ ഇനി ഞാൻ എങ്ങോട്ടും വിടില്ല. ദേവൻ അവളെ കൂടുതൽ തന്നിലേക്ക് അണച്ചുപിടിച്ചു. എന്റെ ഈഗോ കൊണ്ട് ഞാൻ നിന്നെ വേദനിപ്പിച്ചതാ. എന്നോട് മാപ്പാക്കടി. അവൾ അവന്റെ ചുണ്ടുകളിലേക്ക് വിരൽ വെച്ചു. വേണ്ട, ഒന്നും പറയണ്ട. ദേവേട്ടൻ വന്നല്ലോ, അത് മതി എനിക്ക്. അവൻ അവളെ കോരിയെടുത്ത് കട്ടിലിൽ ഇരുത്തി. അവളുടെ മുഖം രണ്ട് കൈകളിലും താങ്ങി പിടിച്ച് ഒട്ടിപ്പോയ കവടികളിൽ തടവുമ്പോൾ അവന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. നീ എന്താടി ഇങ്ങനെ ആയിപ്പോയത്? ഭക്ഷണമൊന്നും കഴിക്കാറില്ലേ? ദേവൻ സങ്കടത്തോടെ ചോദിച്ചു. ദേവൻ അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി. അവിടെ എത്തിയപ്പോൾ പെയ്തൊഴിഞ്ഞ മഴയ്ക്ക് ശേഷം തെളിഞ്ഞ പ്രണയത്തിന്റെ നിലാനദിയായിരുന്നു. അവളുടെ ചുണ്ടുകളിലെ വിറയൽ ഇനിയും മാറിയിരുന്നില്ല. ദേവൻ പതിയെ കുനിഞ്ഞ് അവളുടെ വിറക്കുന്ന അതരങ്ങളെ സ്വന്തമാക്കി. ആ ചുംബനത്തിൽ അവരുടെ വിരഹത്തിന്റെ മുഴുവൻ ചൂടും പശ്ചാത്താപവും പ്രണയത്തിന്റെ മധുരവും അലിഞ്ഞു ചേർന്നു. ഭദ്ര അവന്റെ കഴുത്തിലൂടെ കൈകൾ ഇറുക്കി ആ ആഴത്തിലുള്ള സ്നേഹത്തിലേക്ക് പൂർണ്ണമായി അലിഞ്ഞു ചേർന്നു. ചുംബനത്തിന്റെ ആഴത്തിൽ നിന്ന് പതുക്കെ പിന്മാറുമ്പോൾ ഭദ്രയുടെ വെളുത്ത കവിളുകൾ നാണം കൊണ്ട് ചുവന്നു തുടുത്തിരുന്നു. അവളുടെ കണ്ണുകളിൽ പ്രണയത്തിന്റെ പുതിയൊരു തിളക്കം വന്നിരുന്നു. ദേവൻ അവളുടെ കാതോരം കുനിഞ്ഞ് കുസൃതിയും ആഗ്രഹവും കലർന്ന ശബ്ദത്തിൽ പതിയെ ചോദിച്ചു. അല്ല ഭദ്രേ, നമ്മളന്ന് പകുതിയിൽ വെച്ച് നിർത്തിയ നമ്മുടെ ആദ്യ രാത്രി, നമുക്ക് ഇന്ന് രാത്രി മുതൽ അത് വീണ്ടും ഒന്ന് തുടങ്ങിയാലോ? ആ ചോദ്യം കേട്ടതും ഭദ്രയുടെ മുഖത്ത് വിരിഞ്ഞത് പണ്ടത്തെ കുസൃതി നിറഞ്ഞ നാണമായിരുന്നു. അവൾ പെട്ടെന്ന് നാണം കൊണ്ട് തല താഴ്ത്തി അവന്റെ നെഞ്ചോട് ചേർത്ത് മുഖമൊളിപ്പിച്ചു. നാണല്ലേ ദേവേട്ടൻ ഇങ്ങനെ ചോദിക്കാൻ? അവൾ അവന്റെ നെഞ്ചിൽ പതുക്കെ തട്ടി. ദേവൻ ഉറക്കി ചിരിച്ചുകൊണ്ട് അവളെ വീണ്ടും കൈകളിൽ കോരിയെടുത്തു. വാ, നിന്റെ പെട്ടിയെടുക്ക്. ഇനി നമ്മൾ മംഗലത്തേക്ക് പോവുകയാണ്. എന്റെ ഭാര്യയായി, എന്റെ ജീവനായി. ദേവൻ അവളുടെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവളുടെ കണ്ണീർ തുടച്ചു മാറ്റി. കാർ മംഗലത്ത് തറവാട്ടിലേക്ക് തിരികെ പാഞ്ഞു പോകുമ്പോൾ ആകാശത്ത് കറുത്ത മേഘങ്ങൾ മാറി പൂർണ്ണചന്ദ്രൻ തെളിഞ്ഞു വന്നിരുന്നു. വിരഹത്തിന്റെ കറുത്ത രാത്രികൾ അവസാനിച്ചിരിക്കുന്നു. ഇനി മംഗലത്തെ ദേവന്റെയും ഭദ്രയുടെയും പുതിയ പ്രണയകാലത്തിന്റെ സുന്ദരമായ തുടക്കമായിരുന്നു. അവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതാണ്. അതേപോലെ കോൺട്രാക്ട് വൈഫ് എന്ന സ്റ്റോറി ഇനി ഞാൻ ഇതിൽ പോസ്റ്റ് ഇടുന്നില്ല. അത് ചാനലിന്റെ ഗ്രോത്തിനെ തന്നെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കുറച്ചു പേര് വായിക്കാനുള്ളൂ എങ്കിലും അവർക്ക് വേണ്ടി ഇടണം എന്ന് കരുതിയതാണെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ആ സ്റ്റോറി നിർത്തിവെക്കുന്നത്. നിങ്ങൾക്ക് ഇനി അത് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രതിലിപിയിൽ സൂര്യകാന്തി പെണ്ണ് സൂര്യകാന്തി എന്ന അക്കൗണ്ടിൽ ആ ഒരു സ്റ്റോറി മുഴുവൻ പാർട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അവിടെ പോയി വായിക്കാം. അപ്പോൾ താങ്ക് യു.